ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൽ അഖിലാണ്ടകാരകനായ ദൈവത്തിന്റെ പാതാരവിന്ദത്തിൽ അവിടുത്തെ തിരുവെഴുത്തുമായി നിൽക്കുവാൻ എന്നെ സഹായിച്ച എന്റെ ദൈവത്തിന് എന്റെ ഹൃദയംഗമായ പ്രണാമത്തെ അർപ്പിക്കുന്നു. കൂടെ ഈ ശബ്ദം ശ്രമിക്കുന്ന സകല മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. അനന്തവും അജ്ഞാതവും അപർണ്ണനുമായ പ്രപഞ്ചത്തിൽ ജീവനെന്ന പ്രതിഭാസത്തിന്റെ ഈറ്റില്ലമാണ് ഭൂമി. ഖരിത ഭംഗിയാർന്ന കാനനങ്ങളും അഗാധ നീലിമയുള്ള സമുദ്രങ്ങളും അത്യുന്നതങ്ങളായ ഗിരിശൃംഗങ്ങളും മഞ്ഞുതൊപ്പികളും നീലാകാശത്തിൽ ഒഴുകി നടക്കുന്ന മേഘങ്ങളും വൈവിധ്യമാർന്ന ജീവജാലങ്ങളും ഒക്കെ കൊണ്ട് നിറയപ്പെട്ട ഭൂമി. അഖിലാണ്ടകാരകനായ ദൈവം തന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ മനോഹരമായി പണിതു നൽകിയ മനോഹര സൗധം. എന്നാൽ ഈ നാളുകളിൽ എവിടെ നോക്കിയാലും എന്തോ ഒരു വിപത്ത് സംഭവിക്കാൻ പോകുന്നത് പോലെയുള്ള ഒരു പ്രതീതി ഉളവാകുന്നില്ലേ? അതെ, എന്താണ് അതിന്റെ പിന്നിൽ രഹസ്യം? വർദ്ധിച്ചു വരുന്ന അണുവായുധ ഭീഷണികൾ, വർദ്ധിച്ചു വരുന്ന രാസായുധങ്ങളും ജൈവായുധങ്ങളും വരുത്തി വെക്കുമെന്ന് ശാസ്ത്രം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മാരക വിപത്തുകൾ, ക്ഷുദ്രഗ്രഹങ്ങൾ ഭൂമിയിൽ വരുത്തിയേക്കും എന്ന് ശാസ്ത്രഗണുക്കൾ കണ്ടെത്തി വെളിപ്പെടുത്തി തന്ന വിസ്മയ ദൃശ്യങ്ങൾ കണ്ട് അമ്പരന്ന് നിൽക്കുന്ന മനുഷ്യൻ, മാറി മാറി വരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ, യുദ്ധ കൊതിയന്മാരുടെ യുദ്ധ പോർവിളികൾ, മത മേലാളന്മാരുടെ വർഗീയ ചിന്താഗതികൾ, രാഷ്ട്രീയ മേലാളന്മാരുടെ അരാജകത്വവും അഴിഞ്ഞാട്ടവും, ഐതിഹ്യങ്ങളും അനാചാരങ്ങളും അസന്മാർഗികതയും, ആത്മീക അധംപതനവും കള്ളവും കൊള്ളിവയ്പും പിടിച്ചുപറിയും കസേരവലിയും അധികാര കൊതിയന്മാരുടെ അഴിഞ്ഞാട്ടവും, വർഗീയതയും തീവ്രവാദവും വ്യഭിചാരവും ബലാത്സംഗവും ആത്മീക നാടകങ്ങളും, മനുഷ്യ ദൈവങ്ങളും പള്ളിയുടെയും അമ്പലത്തിന്റെയും ആരാധനയുടെ പേരിൽ തമ്മിൽ തല്ലുന്ന സാധാരണക്കാരും, എതിരെ നിൽക്കുന്ന എന്തിനേയും വെട്ടി മാറ്റുന്ന രാഷ്ട്രീയ തത്വങ്ങൾ, ഓജോ ബോർഡുകളും മന്ത്രവാദവും ഇന്റർനെറ്റും മാജിക്കും അശ്ലീല സാഹിത്യങ്ങളും അലങ്കാര ജീവിതവും, അനുകരണങ്ങളും അനാചാരങ്ങളും മദ്യപാനവും മയക്കുമരുന്നും നിശാഗ്ലപ്പും നിരീശ്വരവാദങ്ങളും, തട്ടിപ്പും തട്ടിക്കൊണ്ടുപോക്കും കൂട്ടിക്കൊടുപ്പും കൂട്ടബലാത്സംഗവും, ആഘോഷങ്ങളും ആർഭാടങ്ങളും ആവലാദികളും, അങ്ങനെ പോകുന്ന ലോകത്തിന്റെ കാലഗതികൾ. എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? ബൈബിൾ 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ സൂക്തം വെളിപ്പെടുത്തുന്നു. എല്ലാത്തിന്റെയും അവസാനം വന്നെത്തിയിരിക്കുന്നു. ഈ ഭൂമിക്ക് ഒരു അവസാനമുണ്ട് എന്ന് ബൈബിളും വേദങ്ങളും ഉപനിഷത്തുക്കളും മതഗ്രന്ഥങ്ങളും ഇന്നത്തെ ശാസ്ത്രവും ഒന്നുപോലെ വെളിപ്പെടുത്തുന്നു. സ്നേഹിത, തിരുവെഴുത്തുകൾ ശക്തമായി പറയുന്നു, ഈ ഭൂമിയിൽ അതിവേഗത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവ്. ഈ ലോകത്തിൽ 5 കോടതികൾ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ട് ഇവൻ നീതിമാൻ, ഇവൻ നീതിമാൻ, ഇവൻ നീതിമാൻ, ഇവനെ വിധിക്കുവാൻ ഞാൻ ആളല്ല എന്ന് കൈകഴുകിയ ഒരേ ഒരു വ്യക്തി പ്രഭാവമാണ് വിശ്വത്തിലുള്ളത്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തവനെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളെ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന്റെ ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവിടെ അടുക്കൽ നിന്നു, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ടു സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഈ ലോകത്തിൽ ഒത്തിരി മഹാന്മാർ ഉണ്ടായിട്ടുണ്ട്. ബുദ്ധിജീവികളും രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരും വീരന്മാരും വിദ്യാസമ്പന്നന്മാരും ആത്മീക ആചാര്യന്മാരും മതസ്ഥാപകരും വിക്രമന്മാരും വിജയശ്രീ ലാളിതരും സാമ്രാട്ടുകളും ചക്രവർത്തിമാരും മനുഷ്യ ദൈവങ്ങളും മകുടം ചൂടിയ രാജാക്കന്മാരും. എന്നാൽ
ഇവരൊക്കെ ഒടുവിലെ ശത്രുവായ മരണം എന്ന കരാള ഹസ്തത്തിന്റെ മുമ്പിൽ ഞെരിഞ്ഞമർന്ന് ലോകത്തിലെ കല്ലറകൾക്കകത്ത് അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ കാലത്തിന്റെ കാരണഭൂതന് ലോകത്തിന്റെ വിധികർത്താവുമായ ദൈവം വേഷത്തിൽ മനുഷ്യനായി കടന്നു വന്ന് അതേ ഭൂമിയിൽ 33.5 വർഷത്തെ തന്റെ ജീവിതത്തിന്റെ ഒടുവിൽ പാപം, നീതി, ന്യായവിധി എന്നിവയെ ലോകത്തിന് ബോധം വരുത്തി തന്നെ കുറിച്ച് എഴുതപ്പെട്ട തിരുവെഴുത്തുകളുടെ നിവർത്തീകരണത്തിന് വേണ്ടി കാലത്തിൽ കല്ലറയിൽ അടയ്ക്കപ്പെട്ടവനും കാലത്തികവിൽ കല്ലറയെ തുറന്നുകൊണ്ട് പുനരുത്ഥാനത്തിൽ വന്ന് തന്നെ ആണിയടിച്ച ലോകത്തിൽ ആണിത്തഴമ്പുള്ള കാലുകൾ വെച്ച് നടന്ന് ആണിത്തഴമ്പുള്ള കരം നീട്ടി അനുഗമിച്ചവരെ ഒക്കെ അനുഗ്രഹിച്ച് അവസാനം ഇതാ യെരൂശലേമിന് കിഴക്ക് ഒലിവുമലയുടെ ഓരത്തിലാണ് ബഥാന്യ. ലൂക്കോസ് 24 ഒടുവിലെ സൂക്തങ്ങൾ തന്റെ ശിഷ്യഗണത്തെയും കൂട്ടിക്കൊണ്ട് ബഥാന്യോളം പോയി. പുനരുത്ഥാനം കഴിഞ്ഞ് 40ാമത്തെ ദിവസം ഏകദേശം 400-ന് മുകളിൽ 600ഓളം ആളുകൾ നോക്കി നിൽക്കേ പവിത്രമായി മഹത്വത്തിന്റെ മകുടം ചൂടിയ പാരിന്റെ ഉടയവനായ കർത്താവായ യേശുക്രിസ്തു ഇതാ സ്വർഗാരോഹണം ചെയ്യുന്നു. ഈ ആരോഹണം കണ്ടു നോക്കി അമ്പരന്ന് നിൽക്കുന്ന മനുഷ്യകുലത്തെ നോക്കിക്കൊണ്ട് ദൈവദൂതന്മാരുടെ പ്രഖ്യാപനമാണ്: നിങ്ങൾ ഇനിയും എന്തിന് ഈ ആകാശത്തിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം? നിങ്ങളെ വിട്ട് ഈ സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ നിങ്ങൾ പോകുന്നവനായി കണ്ടതുപോലെ അവൻ മടങ്ങി വരും. യെസ് സ്നേഹിത, ഈ ലോകത്തിൽ തുറന്നിട്ട കല്ലറയ്ക്ക് ഉടമയായി വീണ്ടും വരാമെന്നാണ് ഇട്ട് പ്രഖ്യാപിച്ചൊരു മഹിമാധരനുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവല്ലാതെ മറ്റൊരുവനുമില്ല. ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തു മനുഷ്യാവതാരത്തിൽ കടന്നു വന്ന ലോകത്തെ വീണ്ടെടുക്കുന്ന ഈശ്വര അഭിഭാവത്തെ യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന മശിഹ, പാർസികൾ പ്രതീക്ഷിച്ചിരുന്ന സത്യത്തിന്റെ മനുഷ്യാവതാരം, പ്ലേറ്റോ പ്രതീക്ഷിച്ചിരുന്ന ഫിലോസഫർ കിങ്, ആര്യ മഹർഷിമാർ പ്രതീക്ഷിച്ചിരുന്ന ഹിരണ്യഗർഭൻ, ഈ കർത്താവായ യേശുക്രിസ്തുവാണ് പ്രതീക്ഷകൾക്ക് പൂർത്തീകരണം വരുത്തി എഴുതപ്പെട്ട തിരുവെഴുത്തുകൾക്ക് നിവർത്തീകരണം വരുത്തി ഒടുവിൽ അനന്തതയിലേക്ക് കയറിപ്പോയ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരും. യേശുക്രിസ്തുവിന്റെ 1ാമത്തെ വരവിനെ കുറിച്ച് യഹൂദന്മാരുടെ തൽമുദിലും വിശുദ്ധ ബൈബിളിലും അന്വേഷിച്ച് പഠിച്ചാൽ ഏകദേശം 1000ഓളം വാക്തത്വങ്ങൾ ഉണ്ടായിരുന്നു. അത് തന്നെ മറ്റുള്ള എല്ലാ മതഗ്രന്ഥങ്ങൾക്കകത്തും ലോകോദ്ധാരകനെ കുറിച്ചുള്ള വ്യക്തവും തിട്ടവുമായ വെളിപ്പാടുകൾ ഉണ്ട്. ഞാൻ പ്രസംഗിച്ച യേശുക്രിസ്തു എന്ന പ്രസംഗത്തെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ ഏറെക്കുറെ ഭാഗങ്ങളെ ഞാൻ അതിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ച് അതേ ബൈബിളിൽ 2000ഓളം വാക്തത്വങ്ങളും 1845 സൂചനകളുമുണ്ട്. ഇതെല്ലാം യഥാക്രമത്തിൽ എടുത്ത് പഠിക്കുക ദിനങ്ങൾ ഒത്തിരി വേണ്ടി വരും. ആകയാൽ വിഷയം വിശ്രുതമാണ്, സമയം ചുരുക്കമാണ്. ആകയാൽ ഈ മെച്ചമായ സത്യത്തെ തുച്ഛമായ സമയം കൊണ്ട് മെച്ചപ്പെടുത്തി നിങ്ങളുടെ മുമ്പിൽ വിളമ്പുവാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. യേശു ക്രിസ്തു ഇന്ന വർഷം, ഇന്ന മാസം, ഇന്ന ആഴ്ച, ഇന്ന ദിവസം, ഇന്ന നാഴിക, ഇന്ന വിനാഴിക വരും എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു 2ാമത് വെളിപ്പെടുന്നതിന്റെ വ്യക്തമായ ലക്ഷണങ്ങൾ കാലത്തിന്റെ കാരണഭൂതനായ കർത്താവായ യേശുക്രിസ്തു തന്നെ കാലത്തെ നോക്കി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാലലക്ഷണങ്ങൾ കൊണ്ട് അവന്റെ വരവ് എപ്പോഴെന്ന് നമുക്ക് കാലത്തിന്റെ തികവിൽ ഗണിച്ചെടുക്കാൻ കഴിയുമെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. അതിലെ ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. കർത്താവായ യേശുക്രിസ്തു തന്നെ അരുളി ചെയ്ത 3 ഭാഗങ്ങളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വെളിപ്പെടുത്തും. അതിൽ ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള സൂക്തങ്ങൾക്കകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു.
പ്രളയം വന്ന് അവരെല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളുകളും അങ്ങനെ തന്നെ ആകും. ആകയാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ നടന്ന 2 സംഭവങ്ങളെ തന്റെ വരവിനോടനുബന്ധിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന്, നോഹയുടെ കാലം. യേശുക്രിസ്തു ഇത് പറയുന്നതിനും ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപേ സംഭവിച്ചത്. 2, ലോത്തിന്റെ കാലം. യേശുക്രിസ്തു ഇത് പറയുന്നതിനും 2000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ സംഭവിച്ചത്. ഇതേ സംഭവ ോടനുബന്ധിക്കുന്ന ഒരു സാഹചര്യം വിശ്വത്തിൽ ഉടലെടുക്കും എന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈ ഭൂമിയെ ദൈവം മൂന്ന് ഘടകങ്ങളായി 3 സാഹചര്യങ്ങളിലായി ഈ രൂപത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നതായി ബൈബിൾ പറയുന്നു. ഒന്ന്, മനുഷ്യ ഉൽപ്പത്തിക്ക് മുൻപ് ഇവിടെ ഒരു സൃഷ്ടി ഉണ്ടായിരുന്നു. ആ സൃഷ്ടിക്ക് ലീഡർഷിപ്പ് വഹിച്ചവനാണ് ലൂസിഫർ. അവനെ സകലവിധമായ രത്നങ്ങൾ കൊണ്ടും പണിതിരുന്നു പോലും. എന്നാൽ മാതൃകാ മുദ്രയ്ക്ക് ജ്ഞാന സമ്പൂർണനുമായിരുന്ന ലൂസിഫർ ഒടുവിൽ തന്റെ ഉള്ളത്തിലുണ്ടായ സാഹസ നിമിത്തം അത്യുന്നതനെ കീഴ്പ്പെടുത്തി ഉന്നതനാകാൻ ശ്രമിച്ചപ്പോൾ സൃഷ്ടാവിന്റെ മുമ്പിൽ പരാജിതനായി ദൈവകോപാഗ്നിക്ക് വിധേയപ്പെട്ട് ദേഹങ്ങൾ നഷ്ടപ്പെട്ട ലൂസിഫറും തന്റെ അനുയായികളും അന്ധകാരത്തിന്റെ ദൂതന്മാരായി മാറി. ആ ഭൂമി ഒടുവിൽ പാഴും ശൂന്യവുമായി തീർന്നു. പാഴായി തീർന്ന ഭൂമിയെ മുഴുവൻ വെള്ളം കൊണ്ട് ദൈവം നിറച്ചു. നാസ്തിയായി തീരാതിരിപ്പാൻ ആത്മാവ് പരിവർത്തിച്ചു സൂക്ഷിച്ചു. കാലം വളർന്നപ്പോൾ ദൈവം തുടർന്ന് ഭൂമിയെ റീപ്ലാന്റേഷൻ ചെയ്തു. ആ പ്ലാന്റേഷനിൽ ദൈവം പവിത്രമായി പണിതൊരുക്കിയതാണ് ഇന്ന് കാണുന്ന മനോഹരമായ സൗധമായിരിക്കുന്ന ഭൂമി. എന്നാൽ ഈ ഭൂമിക്ക് മറ്റൊരു ശുദ്ധീകരണം കൂടി നടന്നതായി കാണാം. മനുഷ്യ ഉൽപ്പത്തി കഴിഞ്ഞ് 2000 ആണ്ടുകൾ പിന്നിട്ടപ്പോൾ മനുഷ്യനെ ദൈവം നേരുള്ളവനായി സൃഷ്ടിച്ചു. എന്നാൽ അവൻ സൂത്രങ്ങളെ അന്വേഷിച്ചു. സൃഷ്ടാവിൽ നിന്ന് പാപം ചെയ്തു. ദൈവ തേജസ്സിൽ നിന്ന് വീണതായ മനുഷ്യൻ ബോധിച്ച വഴിയിൽ ജീവിച്ചു. പവിത്രമായി പണിത ഭൂമിയിൽ പാപം മാത്രം നിലനിന്നപ്പോൾ ആ ഭൂമിയെ ദൈവം നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. ആ കാലത്തിൽ ദൈവം കണ്ണോടിച്ചപ്പോൾ ഭക്തനായി നീതിമാനായി കണ്ടെത്തിയ വ്യക്തിയാണ് നോഹ. നോഹയുടെ ചരിത്രം ബൈബിൾ മാത്രമല്ല, ബാബിലോണിയ ഇതിഹാസങ്ങളിലും ആര്യവേദങ്ങളിലുമൊക്കെ ഇതിന്റെ സൂചനകളെ നമുക്ക് കാണാം. ലോക ചരിത്ര സംഗ്രഹങ്ങളും ഈ സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ നോഹയോട് ദൈവം പറഞ്ഞു, നോഹേ, ഈ തലമുറയെ ഞാൻ നശിപ്പിക്കാൻ പോകുന്നു. നീ ഈ സന്ദേശം ലോകത്തോട് അറിയിക്കണം. മഴ കണ്ടിട്ടില്ലാത്ത ജനത്തോട് നീ വിളിച്ചു പറയണം, മഴ പെയ്യുമെന്ന്. 2, വെള്ളമില്ലാത്ത സ്ഥലത്ത് നീ ഒരു വലിയ വള്ളം പണിയണം. എന്നാൽ അല്പവും സംശയിക്കാത്ത നോഹ വള്ളം പണി 120 വർഷം കൊണ്ട് നിവർത്തിച്ചു. 120 വർഷം നോഹ ഈ സന്ദേശം അറിയിച്ചിട്ടും മഴ കാണാത്ത ജനം മഴ വരുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല. വെള്ളമില്ലാത്തടത്ത് വള്ളം പണിയുന്ന നോഹയെ ഭ്രാന്തനെന്ന് വിളിച്ചു പോൽ ചരിത്രകാരന്മാർ. ഒടുവിൽ ദൈവം പറഞ്ഞു, നോഹേ, നീ ജീവജാലങ്ങളോട് കൽപ്പിക്ക. ജീവജാലങ്ങൾ പെട്ടകത്തിൽ കടന്നു. നോഹയുടെ കുടുംബത്തിലുള്ള 8 പേരടങ്ങുന്ന സംഘം പെട്ടകത്തിൽ കടന്നപ്പോൾ മഴ പെയ്യുവാനായി ദൈവം ആകാശത്തോട് കൽപ്പിച്ചു. പെട്ടകത്തിന്റെ വാതിലടച്ച ദൈവം ആ തലമുറയെ മുഴുവൻ വെള്ളം കൊണ്ട് നശിപ്പിച്ചു. എല്ലാത്തെയും കൊന്നു മുടിച്ചു. എന്നാൽ 1 വർഷങ്ങൾക്ക് ശേഷം പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന നോഹയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ വെള്ളത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഭൂമി പിന്നെ ഇന്നത്തെ രൂപം വരെയും വളർന്നിരിക്കുന്നു. അന്ന് പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട 8 പേരടങ്ങുന്ന സംഘത്തിൽ നിന്ന് ഉണ്ടായതാണ് ഇന്നത്തെ തലമുറ മുഴുവൻ. എന്നാൽ 2000 ആണ്ടുകൾ പിന്നിട്ടപ്പോൾ സോദോം ഗോമോറ എന്ന 2
പട്ടണങ്ങൾ പാലസ്തീൻ നാട്ടിലെ ഇന്നത്തെ ചാവുകടലായി ചരിത്രത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ആ പ്രദേശം സ്വവർഗ പ്രേമികളും ദൈവദോഷികളും ദൈവത്തെ അനുസരിക്കാത്തവരും ഭാവികളുമായി തീർന്നു. ആ തലമുറയെ ദൈവം ആകാശത്ത് നിന്ന് തീയിറക്കി നശിപ്പിച്ചു. എന്നാൽ ആ നാശത്തിന് മുൻപേ ലോത്ത് എന്ന അബ്രഹാമിന്റെ സഹോദരപുത്രൻ താമസിച്ചിരുന്ന ആ പട്ടണത്തിൽ ദൈവത്തിന്റെ ദൂതന്മാരെ പറഞ്ഞയച്ചു. ദൈവം പറഞ്ഞു, ഈ ദേശത്തൊരു ന്യായവിധി വരാൻ പോകുന്നു. ദൂതന്മാരുടെ വാക്കുകളെ അവഹേളിച്ചതായ ജനത ഒടുവിൽ തീക്കിരയായി തീർന്നു. നോഹയും കുടുംബവും പെട്ടകത്തിനകത്ത് കടന്നപ്പോൾ ആകാശം തുറന്നു. ലോത്തും കുടുംബവും പട്ടണം വിട്ടപ്പോൾ ദൈവം ആകാശത്തിൽ നിന്ന് തീ അയച്ചു. അതുപോലെ ഈ ഭൂമിയിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന ഒരു കൂട്ടമുണ്ട്, ദൈവത്തിന്റെ സഭ. ആ സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഈ ഭൂമിയെ ദൈവം തീ കൊണ്ട് നശിപ്പിക്കുമെന്ന് 2 പത്രോസ് 3:7. ഈ ഭൂമിയെ ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഈ ഭൂമിയിൽ മണിമാളികകൾ പണിത് മനോഹര സൗധങ്ങൾ പണിത് കൂട്ടി നാശത്തിന്റെ വക്കിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ തലമുറയിൽ പലരും വിസമ്മതിക്കുമായിരിക്കും. എന്നാൽ ഈ തലമുറ നാശത്തിനൊരുങ്ങുന്നു എന്ന് ബൈബിൾ വെളിച്ചത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയാണ്. ഒന്ന്, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിലും സംഭവിക്കും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. നോഹയുടെ കാലം എന്താണ്? നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മനുഷ്യർ ഭൂമിയിൽ പെരുകി, ജനപ്പെരുപ്പം. ഇന്ന് ഭൂമിയിൽ എവിടെ നോക്കിയാലും മനുഷ്യൻ ഭയപ്പെടുന്ന ഒരു സത്യമാണ് വർദ്ധിച്ചു വരുന്ന ജനപ്പെരുപ്പം. 2025 കഴിയുന്നതോടെ ഭൂമിയിലെ മനുഷ്യന് ഭക്ഷിക്കുവാനുള്ള ഭക്ഷ്യസാധനം ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കാതെ വരുമെന്ന് ആരോഗ്യ സംഘടനകൾ അന്വേഷിച്ച് കണ്ടെത്തി ഭയപ്പെടുന്ന ഒരു കാലമാണ്. ഒരു സമയത്ത് മനുഷ്യനെ പോഷിപ്പിക്കുവാൻ ഭക്ഷ്യങ്ങൾ വിളഞ്ഞുകൊണ്ടിരുന്ന കൃഷിയിടങ്ങളും വയൽ പ്രദേശങ്ങളും മലം പ്രദേശങ്ങളും എല്ലാം ഇന്ന് മനോഹര സൗധങ്ങളാൽ പണിയപ്പെട്ടിരിക്കുന്നു. തെറ്റല്ല, മനുഷ്യന് താമസിക്കണം. സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. സ്നേഹിത, ഈ ജനപ്പെരുപ്പം നോഹയുടെ കാലത്തിലെ മനോഹരമായ പ്രത്യേകതയായിരുന്നു. 2, നമ്മുടെ കേരളക്കരയിൽ ഈ നാളുകളിൽ ഒരു നിയമം ഇങ്ങനെ വന്നു, ഒരു ദമ്പതികൾക്ക് 2 കുട്ടികളെ പാടുള്ളൂ. അതിനപ്പുറത്ത് വന്നാൽ ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഗവൺമെന്റിന് കഴിയത്തില്ല. മനുഷ്യനോട് ഗവൺമെന്റിന് എന്തെങ്കിലും വൈരാഗ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പകരം ഈ വർദ്ധിച്ചു വരുന്ന ജനപ്പെരുപ്പത്തെ കണ്ട് അവർ ഭയപ്പെടുന്നു. അവരാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നതാണ്. ഇനി എത്ര തന്നെ തടുത്തു വച്ചാലും പെരുപ്പം പരിവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. 2, അവിടെ തന്നെ ഉൽപ്പത്തി പുസ്തകം 6-ൽ പറയുന്നു, മനുഷ്യർക്ക് പുത്രിമാരുണ്ടായപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യപുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് അവരെ ഭാര്യമാരായി സ്വീകരിച്ചു. സ്ത്രീ സൗന്ദര്യം വർദ്ധിച്ചൊരു കാലം. ഇന്ന് ലോകത്തിൽ എവിടെ നോക്കിയാലും സ്ത്രീ സൗന്ദര്യം വർദ്ധിച്ചിരിക്കുന്നതായി കാണാം. ലോക സുന്ദരിമാരായി തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നു. തങ്ങളിൽ ആരാണ് സുന്ദരി എന്ന് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ വേണ്ടി സൂക്ഷിച്ചു വയ്ക്കേണ്ട ഗൂഹ്യ പ്രദേശങ്ങളെ പോലും പുറത്ത് കാണിച്ച് സുന്ദരികളായി ചവയുന്ന ഒത്തിരി പേരുണ്ടെന്ന് ഞാനിത് പറയുമ്പോൾ കേൾക്കുന്നവർ ചിന്തിക്കണമേ. എന്നാൽ സ്നേഹിത, നമ്മുടെ കേരളക്കരയിലും ഈ നാളുകളിൽ സുന്ദരി പട്ടങ്ങൾ അതാത് ഭാഗങ്ങളിലൂടെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഒന്നിനെ ഞാൻ വിമർശിക്കുകയില്ല. വിമർശനം എന്റെ ജോലിയല്ല, വെളിപ്പെടുത്തലാണ് എന്റെ ജോലി. എന്നാൽ ഈ സുന്ദരിമാരായി തിരഞ്ഞെടുക്കുന്ന കുട്ടികളെയും
നമ്മുടെ നാട്ടിൻ പുറത്തുള്ള സാധാരണ പെൺകുട്ടികളെയും കൊണ്ടുവന്ന് നിർത്തിയാൽ എത്രയോ ബെറ്റർ ആയിരിക്കും നമ്മുടെ സാധാരണ കുട്ടികൾ. എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? ബൈബിൾ പറയുന്നു, ലോകം മുഴുവൻ സ്ത്രീ സൗന്ദര്യം കൊണ്ട് നിറയുമ്പോൾ എത്രയോ ഉന്നത ശിഖോമണികൾ ഈ നാളുകൾ സ്ത്രീ സൗന്ദര്യത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ അധികാര വീരന്മാർ, അധികാര സീമയ്ക്കകത്തിരുന്നവർ ഇന്ന് സ്ത്രീ സൗന്ദര്യത്തിന്റെ മുമ്പിൽ പരാജിതനായി തുറുങ്കുകളിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്നില്ലേ? അതെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, എത്രയോ മത മേലാളന്മാരും ആത്മീക ആചാര്യന്മാരും പോലും സ്ത്രീ സൗന്ദര്യത്തിന്റെ മുമ്പിൽ പരാജിതനായി തങ്ങളുടെ മഹത്വം ത്യജിച്ച് ഇന്ന് ഇരുട്ടറകളിൽ അടയപ്പെട്ടിരിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം ലോകത്തെ നശിപ്പിക്കാൻ സ്ത്രീ സൗന്ദര്യം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ്. ഇത് നോഹയുടെ കാലം തന്നെയാണ്. ഏതൊരു ഇന്റർനെറ്റ് മാധ്യമം തുറന്നാലും, ഏതൊരു TV ചാനലുകൾ തുറന്നാലും, എന്തിനേറെ പറയണം, കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നതായ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ടാബ്ലറ്റ് ഫോണുകളും ഒക്കെ തുറന്നു നോക്കിയാൽ മാദക വസ്ത്രം ധരിച്ച സ്ത്രീ സൗന്ദര്യമല്ലാതെ മറ്റെന്തെങ്കിലും കണ്ടെത്താനുണ്ടോ? ഇല്ലേ, ഇല്ല. ഈ സ്ത്രീ സൗന്ദര്യ വർധനവ് മനുഷ്യപുത്രന്റെ വരവിന്റെ ലക്ഷണമാണ്. യേശുക്രിസ്തുവിന്റെ വരവിന്റെ വ്യക്തമായ ലക്ഷണമെന്ന് ബൈബിൾ വെളിപ്പെടുത്തുകയാണ്. നോഹയുടെ കാലത്തിൽ മൂന്നാമത് യേശുക്രിസ്തു വെളിപ്പെടുത്തുന്ന മൂന്നാമത്തെ പ്രത്യേകതയാണ്, നോഹയുടെ കാലത്തിൽ നടന്നതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചും, തിന്നുക കുടിക്കുക, ഭക്ഷണപ്രിയരായ ഒരു തലമുറ. അതെ, ഒരു സമയത്ത് ഭാര്യമാരും മാതാപിതാക്കളും സഹോദരങ്ങളും ഭവനത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണങ്ങൾ തൃപ്തി വന്നിരുന്നു മനുഷ്യൻ. എന്നാൽ ഇന്ന് മനുഷ്യൻ അതിൽ തൃപ്തിയല്ല. കാരണം ടേസ്റ്റ് ഇല്ല. ടേസ്റ്റ് അന്വേഷിച്ച് ഫാസ്റ്റ് ഫുഡുകളും റെസ്റ്റോറന്റുകളും 5 സ്റ്റാർ ഹോട്ടലുകളും അന്വേഷിച്ച് പോകുന്ന മനുഷ്യൻ ഇല്ലാത്ത കാശ് പലിശക്കെടുത്തും വട്ടിക്കെടുത്തും ഭക്ഷണം കഴിക്കുന്ന അനേകരെ വെളിപ്പെടുത്താൻ ഫാസ്റോയ്ക്ക് കഴിയും. ആകയാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, ഒരു സമയത്ത് ഭർത്താക്കന്മാരെ സ്നേഹിക്കാൻ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് തൃപ്തി വരുത്തിക്കൊണ്ടിരുന്ന ഭാര്യമാർ. എന്നാൽ ഇന്നത്തെ ഭാര്യമാർ അതേ സമയത്ത് സീരിയലുകളുടെ മുമ്പിൽ കുത്തിയിരുന്ന് കരഞ്ഞ് ഒടുവിൽ ഭക്ഷിക്കാനില്ലാതെ വരുമ്പോ ഭർത്താവിനെ തട്ടി ഉണർത്തി ഒടുവിൽ ഒരു ഔട്ടിങ്ങും ഒടുവിൽ ഒരു ഡിന്നറും കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കാവൽ നിൽക്കുന്നതായ മേലാളന്മാർ അല്ലെങ്കിൽ ചൂഷണക്കാർ ചാടി വീണ് ആഭരണങ്ങളും പണങ്ങളും അപഹരിച്ച് അനേകരെ അപായപ്പെടുത്തുന്ന കഥകളും ഈ നാളുകളിൽ നാം വായിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. ഭക്ഷണപ്രിയരായ ഒരു തലമുറ. ഒരു സമയത്ത് ഹോട്ടൽ ജോലി എന്ന് പറഞ്ഞാൽ ചിലർക്ക് പുച്ഛമായിരുന്നു ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് പോൽ. എന്നാൽ ഇന്ന് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുവാൻ വേണ്ടി കുട്ടികൾ ക്യൂ നിൽക്കുന്നു, അഡ്മിഷൻ ഇല്ലാതെ പരതുന്നു. യെസ്, ഈ തലമുറ, ഭക്ഷണപ്രിയരായ ഈ തലമുറ നോഹയുടെ കാലത്തിന്റെ ലക്ഷണം തന്നെ. 2, അവർ തിന്നും കുടിച്ചും, ലിഖർ ഇന്ന് കുടിക്കുന്നത് നാളെ കുടിക്കത്തില്ല. മദ്യപ്രിയരായ ഒരു തലമുറ. ഇന്ന് കുടിച്ച മദ്യത്തിന്റെ വീര്യം പോരാ, അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമല്ലേ, എല്ലാവരിലും വ്യാപിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇക്കാരണം കൊണ്ട് ഇന്നത്തെ വീര്യം കുറഞ്ഞപ്പോൾ നാളെ വീര്യമുള്ളത് അന്വേഷിച്ചു പോകുന്നു. ലഭിക്കാതെ വരുമ്പോൾ കഞ്ചാവിലും മയക്കുമരുന്നിലും പ്രൗഡ് ഷുഗറിലും കാഷിഷിലും ഒക്കെ തങ്ങളുടെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നു. അതിലും പരാജിതനായി തീരുമ്പോൾ, ആഗ്രഹിക്കുന്ന ആസക്തി കിട്ടാതെ വരുമ്പോൾ രക്തത്തിൽ ആൽക്കഹോളുകൾ കടത്തിവിട്ട് മയക്കുമരുന്നുകൾ ഇഞ്ചക്ട് ചെയ്ത് പിടിപ്പിച്ച് ആസക്തി കണ്ടെത്തുന്നു. അത് തന്നെ വിദേശ നാടുകളിൽ സർപ്പങ്ങളെ കൊണ്ടുപോലും നാക്കിൽ കൊത്തിച്ച് ഒടുവിൽ മദ്യപിച്ച് മതോന്മത്തരായി ബോധം നഷ്ടപ്പെട്ടവരായി ഭ്രാന്തന്മാർക്ക് തുല്യരായി തീർന്നിരിക്കുന്ന ഒരു തലമുറ. ദൈവം ബോധത്താൽ സൃഷ്ടിച്ച മനുഷ്യനെ ഇതാ മനുഷ്യൻ സ്വയം ബോധരഹിതനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്നേഹിത, ഇത് നോഹയുടെ കാലത്തിന്റെ ലക്ഷണമാണ്. ഞാൻ എടുത്തു വീണ്ടും പറയുകയാണ്, ഇവരെ ആരെയും ഞാൻ നിഷേധിച്ചതല്ല. പകരം ആ സത്യത്തെ ബൈബിൾ വെളിച്ചത്തിൽ ഇത് യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണമാണെന്ന് തെളിയിക്കുക മാത്രമാണ്. അവിടെ തന്നെ പറയുന്നു, അവർ വിഭാഗം കഴിച്ചും വിഭാഗത്തിന് കൊടുത്തും പോന്നു. തിന്നും കുടിച്ചും വിഭാഗം കഴിച്ചും വിഭാഗത്തിന് കൊടുത്തും പോന്നു. വിഭാഗം
യെസ്, എല്ലാവർക്കും മാന്യമാണ്. മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല എന്ന് ദൈവം കണ്ടപ്പോൾ അവന് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുത്തു. ഒരു സമയത്ത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. എന്നാൽ ഇന്ന് അതൊരു ബാധ്യതയായി തീർന്നുകൊണ്ടിരിക്കുന്നു. കാരണം വളർന്നു വരുന്ന പെൺകുട്ടികൾ ഇന്ന് പല ഭവനങ്ങൾക്കകത്ത് ഭീഷണിയാണ്. സ്വന്തം പിതാക്കന്മാർ പോലും മക്കളെ കടന്നു പിടിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊന്നുകളയുന്ന ഒരു കാലമാണ്. ഈ കാരണത്താൽ മാതാക്കൾക്ക് ഭയം. അതുകൊണ്ട് 15 വയസ്സ് കഴിയുമ്പോഴേ എങ്ങനെയെങ്കിലും ഈ കുട്ടി ആരുടെയെങ്കിലും കയ്യിലൊന്ന് ഏൽപ്പിച്ച് സ്വസ്ഥമാകാൻ കഴിയുമോ എന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങളും ഇല്ലാതെ ഇല്ല എന്ന് ഞാൻ വെളിപ്പെടുത്തുകയാണ്. സ്നേഹിത, ആവർത്തിച്ച് നമ്മൾ ഈ ലോകത്തെ കണ്ണോടിച്ച് പഠിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ ഒരു വാർത്ത ഞാൻ ഇങ്ങനെ കണ്ടു. 15 വയസ്സിന് മുകളിൽ 19 വയസ്സിനകത്ത് പ്രായമുള്ള പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ 40% പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് പോലും ഇന്നത്തെ കാലഘട്ടം. ഞാനതിനെ നിഷേധിക്കുന്നില്ല, അംഗീകരിക്കുന്നയാളാണ്. കാരണം അത് തന്നെ സംഭവിക്കുന്നു. ആ കണക്കിലും അപ്പുറത്തായി പോകുമോ എന്നാണ് നമുക്ക് ഭയക്കേണ്ടിയിരിക്കുന്നത്. ഇന്നത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളും എല്ലാത്തെയും ഞാൻ എടുത്തു പറയുന്നതല്ല. അതുപോലെ നഴ്സിംഗ് കോളേജുകളിലുമൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളും അതുപോലെ ആൺകുട്ടികളും പല പെൺകുട്ടികളും ആ പഠനം പൂർത്തീകരിച്ചിറങ്ങുമ്പോൾ അനേക ഗർഭചിത്രം നടത്തിപ്പോയ ചരിത്രങ്ങൾ പാസ് റോയിക്ക് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരുവാൻ ഒരു മടിയും കൂടത്തില്ല എന്ന് ശക്തമായ ഭാഷ ഞാൻ വെളിപ്പെടുത്തുന്നു. എന്നാൽ വിഭാഗം എങ്ങനെയെങ്കിലും മക്കളെ മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് തടിയൂരി തോന്നിയ വഴിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന രക്ഷാകർത്താക്കളും ഇല്ലാതെയല്ല. എന്തിന് ഏറെക്കുറെ പറയണം, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് പ്രായം ചെന്ന് കാല് നീട്ടിയിരിക്കുന്ന പലതിനെയും കെട്ടിവെക്കുന്ന ഒരു കാലമല്ലേ കേരളം ഒഴിച്ചു നോക്കിയാൽ 18, 19, 20 വയസ്സുള്ള പെൺകുട്ടികൾക്ക് 35, 40, 50 വയസ്സുള്ള വൃദ്ധന്മാരെ കെട്ടിവെച്ച് അവരുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത പെൺകുട്ടികളെ പലരും തല്ലിക്കൊല്ലുന്നു. കൗമാരത്തിന്റെ കളിയിൽ കളിച്ചു നടക്കേണ്ട കുട്ടികളുടെ മേൽ വലിയ കുടുംബജീവിതം എന്ന പാണ്ഡം അടിച്ചേൽപ്പിച്ചു എത്രയോ പെൺകുട്ടികളുടെ ജീവിതം ഇന്ന് അന്യാധീനമായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ അല്പ കഴിയുമ്പോൾ ഭർത്താക്കന്മാർ ബലം ക്ഷയിച്ചവനായി തീർന്ന് ഒടുവിൽ ഈ കുട്ടികളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം വരാതിരിക്കുമ്പോൾ അവർ ഈ ലോകത്തിലെ പാപ വഴികളിൽ ചിന്തിക്കുകയും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇതല്ലേ ലോകത്തിൽ സംഭവിക്കുന്നത്. വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ഇന്നത്തെ മാരേജ് ബ്യൂറോകൾ 15 വയസ്സായ ഒരു കുട്ടി ഉണ്ടെന്ന് കേട്ടാൽ ഇന്നത്തെ ഏജൻസികൾ വിവാഹ അഭ്യർത്ഥനയുമായി നടക്കുന്നു. എന്താണ് രഹസ്യമെന്ന് അറിയുമോ? ഈ വിവാഹം ഇന്ന് ഒരു കച്ചവടമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് പത്രമാധ്യമങ്ങൾ തുറന്നു നോക്കിയാൽ അനേകരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും സന്ദേശങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് അതും ഒരു പരിധിവരെ വിവാഹ വാഗ്ദാനങ്ങളിലും വിവാഹ പരസ്യങ്ങളിലും ഒതുങ്ങി തീർന്നിരിക്കുന്നു. ക്രൈസ്തവ സാഹിത്യങ്ങൾ ഒരു സമയത്ത് അനേക ജീവിതങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും പകർന്നിരുന്നു. എന്നാൽ ഇന്ന് ക്രൈസ്തവർ ഇറക്കുന്നതായ മാസികകളും അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ അനേക ലേഖനങ്ങൾക്കകത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ പരസ്പരമുള്ള കസേരവളിയുടെ കണക്കുകളും ചരിത്രങ്ങളും അതുപോലെ വിവാഹ വാഗ്ദാനങ്ങളും കൊണ്ടൊതുങ്ങുന്നു. ഒന്നിനെയും ഞാൻ നിഷേധിക്കുന്നില്ല, വെളിപ്പെടുത്തുക മാത്രമാണ്. സ്നേഹിത, ഇത് നോഹയുടെ കാലമാണ്. നോഹയുടെ കാലത്തിലെ ഈ സംഭവങ്ങളെ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് ഇന്ന് കണ്ടെത്താം. അതുപോലെ തന്നെ ലോത്തിന്റെ കാലത്തിലെ സംഭവങ്ങളെയും ലോകത്തിൽ കണ്ടെത്താം. ലോത്തിന്റെ കാലത്തിൽ അവിടെ പറയുന്നു, അവർ വിറ്റും നട്ടും തിന്നും കുടിച്ചും പോന്നു. വിൽക്കുക, നടുക, പണിയുക, 3 പ്രത്യേകതകൾ ഇവിടെ എടുത്തു പറയുന്നു. വിൽക്കുക, ക്രയവിക്രയം. മനുഷ്യനെന്ന് ബിസിനസ്മാൻമാരായി തീർന്നുകൊണ്ടിരിക്കുന്നു. സ്വന്തം ദേശത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മടിക്കുന്നവൻ പുറത്തു പോയിട്ട് പുറത്തു പറയാൻ കൊള്ളാത്ത ബിസിനസ്സും നടത്തുന്നു. യെസ്, ഇത് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ചിന്തനീയമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുക. എന്തിനേറെ പറയണം, ഈ കാലഘട്ടത്തിൽ നമ്മെ ഞെട്ടിപ്പിച്ചതല്ലേ മനുഷ്യൻ സ്വന്തം ശരീരത്തിന്റെ അവയവങ്ങളെ വെട്ടിമുറിച്ച് വിറ്റ് കാശുണ്ടാക്കുന്ന ചരിത്രങ്ങൾ.
ഇനിയും സ്വന്തം മക്കളെ കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കിയ മാതാപിതാക്കളുടെ ചരിത്രം മാധ്യമങ്ങൾ നമുക്ക് വെളിപ്പെടുത്തിയില്ലേ? സ്വന്തം ഭാര്യമാരെ അന്യവന്റെ മുമ്പിൽ അടിയറവച്ച് അധികാരങ്ങളും പണവും സമ്പാദിച്ച ഭർത്താക്കന്മാരെ കുറിച്ചും നമ്മുടെ മാധ്യമങ്ങളും TV ചാനലുകളും നമുക്ക് വെളിപ്പെടുത്തിയില്ലേ? അതേ, ബിസിനസ് ചെയ്യുന്ന തലമുറ സ്വന്തം പുത്രന്മാരെ വിറ്റ് കാശുണ്ടാക്കുന്ന മാതാപിതാക്കളെ നാം ഈ നാളുകളിൽ മാധ്യമങ്ങളിൽ കൂടി കണ്ടതല്ലേ? എവിടെ നോക്കിയാലും വിൽപ്പന, എവിടെ നോക്കിയാലും വിൽപ്പന ചരക്കുകളായി തീരുന്നു മനുഷ്യൻ. അതേ, മനുഷ്യ പ്രാണൻ പോലും വിൽപ്പന ചരക്കായി തീർന്നിരിക്കുന്നു. അവർ വിറ്റു. ഈ ക്രയവിക്രയത്തിന്റെ അത്യുച്ചകോടിയിൽ നിൽക്കുന്ന ലോകമേ, ഇതാണ് ലോത്തിന്റെ കാലം. 2 നട്ടു അഗ്രികൾച്ചർ, കൃത്രിമമായി ഭക്ഷ്യസാധനങ്ങൾ ഉണ്ടാക്കാനുള്ള പദ്ധതികൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലതൊക്കെ വിജയിക്കുന്നു. കൃത്രിമ ഭക്ഷണ സാധനങ്ങൾ ഭക്ഷിച്ച് ഉദരരോഗം പിടിച്ച് ഉദരം വീർത്ത് അനേകർ മൺമറഞ്ഞുകൊണ്ടുമിരിക്കുന്നു. സ്നേഹിത, ഒരു സമയത്ത് ജൈവ വളങ്ങൾക്കകത്ത് ഒതുങ്ങിയിരുന്ന മനുഷ്യൻ ഇന്ന് കീടനാശിനികളല്ലേ അകത്തോട്ട് തിന്നിറക്കുന്നത്. സകല കെമിക്കലുകൾ കൊണ്ട് പണിയപ്പെട്ട ഭക്ഷ്യസാധനങ്ങൾ ഉള്ളിലിറക്കി ഇന്നത്തെ ഡോക്ടർമാർക്ക് രോഗത്തിന് പേര് നിശ്ചയിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ വന്നെത്തിയിരിക്കുന്നു. അതെ, വിറ്റും നട്ടും പണിതും പോന്നു മനോഹര സൗധങ്ങൾ. പലിശക്കെടുത്തും കടം മേടിച്ചും വട്ടിക്കെടുത്തും കുടിലിൽ കിടന്നവൻ പോലും ഈ കാലഘട്ടത്തിൽ മനോഹര സൗധങ്ങൾ പണിത് അതിനകത്ത് വാസമുറപ്പിക്കുന്നു. ഒരു സമയത്ത് മനുഷ്യൻ കയറാൻ മടിച്ചിരുന്നതായ മലം പ്രദേശങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ പടുകൂറ്റൻ ബംഗ്ലാവുകളായി മാറിയിരിക്കുന്നു. എഞ്ചിനീയറിംഗ് കോളേജുകളും അതുപോലെ സ്കൂൾ കെട്ടിടങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആവർത്തിക്കുമ്പോൾ ടൂറിസ്റ്റ് ഹോമുകളും ഇന്നത്തെ മനുഷ്യന് പാർക്കുവാനുള്ള മനോഹര ഫ്ലാറ്റുകളുമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു സമയത്തൊരു കുടുംബത്തിനകത്ത് കുടുംബ വ്യവസ്ഥിതി അനുസരിച്ച് പോലും 20-30 പേര് താമസിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഒരു ഫ്ലാറ്റിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ചരിത്രം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നില്ലേ? പണിതും പോന്നു. മനുഷ്യന്റെ പണി ഏതെല്ലാം മേഖലയിലെത്തി. അവൻ ആലോചിച്ച് നിഗൂഢതകളിലേക്ക് വെളിച്ചം വിതറുന്നു. ന്യൂനത കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. ആഴത്തിലും ആകാശത്തിലെ ശാസ്ത്ര സഹായത്തോടുകൂടി പരതുന്നു. നക്ഷത്രങ്ങളുടെ നടുവിൽ അവൻ കൂടുവയ്ക്കുന്നു. ഗ്രഹങ്ങളെ മുഴുവൻ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആകാശത്തിന്റെ അറുതികളെ അവൻ കണ്ടെത്തുന്നു. ആകാശത്തിന്റെ അറുതിയിൽ പോലും പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ പണിയാൻ കഴിയുമോ എന്ന് മനുഷ്യൻ അന്വേഷിച്ച് പരതിക്കൊണ്ടിരിക്കുന്നു. അതെ, ആകാശം മുട്ടുന്ന പാതാള ഗോപുരങ്ങൾ വിദേശ നാടുകളിൽ 1500 നിലകളുള്ള കെട്ടിടങ്ങൾ ഉണ്ട് എന്ന് ചില പുസ്തകങ്ങൾ വായിക്കുവാനിടയായി. അങ്ങനെയാണെങ്കിൽ ഇത് പണിതും പോന്നു. ഇതാണ് ലോത്തിന്റെ കാലം. ലോത്തിന്റെ കാലത്തിലെ മറ്റൊരു പ്രത്യേകത, ലോത്തിന്റെ കുടുംബത്തിൽ ന്യായവിധിയുടെ സന്ദേശം അറിയിക്കുവാൻ ഇറങ്ങി വന്നതായ ദൈവത്തിന്റെ ദൂതന്മാരെ ബൈബിൾ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം ഇറക്കി വിട്ടുതരിക, ഞങ്ങൾക്ക് ഭോഗിക്കുവാനെന്ന് പട്ടണ നീചന്മാർ വിളിച്ചു. അതിന്റെ അർത്ഥം സ്വവർഗ പ്രേമികളായ ഒരു തലമുറ. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ TV മാധ്യമങ്ങൾ നമുക്ക് വെളിപ്പെടുത്തിയതാണ്. വിദേശ നാട്ടിൽ 89 വയസ്സുള്ള 2 സ്ത്രീകൾ തമ്മിൽ കല്യാണം കഴിച്ചിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ സ്വവർഗ പ്രേമികൾ എത്രയോ വർദ്ധിച്ചിരിക്കുന്നു. അവരുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അവർക്ക് അവരുടേതായ ചില സംഘടനകളുണ്ട്. അതിനകത്ത് ചില ആത്മീക മേലാളന്മാർ പോലും ഉണ്ട് എന്ന് ഈ അടുത്ത കാലത്തിൽ ഒരു പുസ്തകത്തിൽ എനിക്ക് വായിക്കുവാനിടയായി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്ത്യക്കകത്ത് സ്വവർഗ പ്രേമികൾ, സ്വവർഗരതി അവർക്ക് ആവശ്യമാണെന്ന് അനുകൂലിച്ചുകൊണ്ട് ഗവൺമെന്റിനെ സമീപിച്ചപ്പോൾ നമ്മുടെ കോടതി ഒരു വിധി കൊണ്ടുവന്നു. അത് പാവമാണ്, ഏറ്റവും വലിയ വിപത്താണെന്ന്. എന്നാൽ അതിനെ വീണ്ടും ഹർജി കൊടുത്ത് മുന്നോട്ടൊരു പുനരന്വേഷണത്തിന് വയ്ക്കണമെന്നും അതിനെക്കുറിച്ച് മറ്റൊരു വിധി ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന ഒരു തലമുറ. വിദേശ നാടുകളിൽ സ്ത്രീക്ക് സ്ത്രീയെ കല്യാണം കഴിക്കുവാനും പുരുഷനെ കല്യാണം കഴിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പരിവർത്തനം ഉണ്ടാകുവാനും മനുഷ്യൻ സ്നേഹബന്ധത്തിൽ ഒരിക്കലും അറ്റുതീരാത്തവനായി തീരുവാനും വേണ്ടി ദൈവം, സർവശക്തനായ ദൈവം പുരുഷന് തക്കതായ തുണയായി സ്ത്രീയെ ഒരുക്കി. കരുണാനിധിയും കരുണാസമ്പന്നനുമായ ദൈവത്തിന്റെ ആ കരുണയെ തള്ളിക്കൊണ്ട് ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നതായ സ്വവർഗരതിയിൽ ഇന്നത്തെ തലമുറ
തലമുറയാണ്ടിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ തീക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലോകം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, ഞാനിത് പ്രസംഗിക്കുന്ന സമയത്ത് നിനക്കിത് നിഷേധിക്കാൻ കഴിയത്തില്ല എന്ന് ഞാൻ എന്റെ യേശുവിന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നോട് വെളിപ്പെടുത്തുകയാണ്. രണ്ട്, മൃഗങ്ങളോട് ശയിക്കുന്നത് ഏറ്റവും വലിയ കോപിയായി തീർന്ന ഒരു കാലഘട്ടമാണ്. ഇന്നും അത് സംഭവം തന്നെയാണ്. ഇന്നത്തെ ഡോക്ടർമാരോട് ചോദിച്ചാൽ, അല്ലയോ ഡോക്ടറെ, എങ്ങനെ എയ്ഡ്സ് രോഗമുണ്ടായി, ഇന്ന് തീർത്താൽ തീരാത്ത ഈ മാരക രോഗങ്ങൾ എവിടുന്ന് പിടിച്ചുവെന്ന് ചോദിച്ചാൽ, അറിവും ബോധവുമുള്ള നല്ല ഡോക്ടേഴ്സ് കണ്ണടച്ചുകൊണ്ട് പറയും, മനുഷ്യൻ ആവശ്യമില്ലാതെ മൃഗങ്ങളോടുകൂടി അവർ ചേർന്നപ്പോൾ മൃഗങ്ങളിൽ നിന്ന് ചുമന്ന് മേടിച്ചതാണ്. ഈ കാലഘട്ടത്തിൽ വിദേശ നാടുകളിലൊക്കെ മൃഗങ്ങളോടുകൂടി ശയിക്കുന്നത് മനുഷ്യനൊരു കോപിയായി തീർന്നിരിക്കുമ്പോൾ അതിനുവേണ്ടി അവർ കാശ് മുടക്കി, കാശ് കണ്ടെത്തി ഭീകര ദൃശ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകത്തിൽ വായിക്കുവാനിടയായി, വിദേശ നാടുകളിലെ ഏറ്റവും വലിയ, ഏത് നാടെന്നൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ഏറ്റവും വലിയ കോപിയാണ് പോൽ മൃഗങ്ങളോടുകൂടി ശയിക്കുന്നത്. അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമെന്ന് എല്ലാവരും അതിനുവേണ്ടി തുനിയുന്നു പോൽ. ഓ, എത്ര മാരകമായ പാപം! ദൈവം ന്യായപ്രമാണം എഴുതുന്ന സമയത്ത് പറഞ്ഞു, ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഒരു മൃഗത്തോടു കൂടി ശയിച്ചാൽ ആ മൃഗത്തെയും ആ വ്യക്തിയെയും രണ്ടിനെ കൈയോടെ കൊന്നുകളയണം. അതിലൊന്നും അവശേഷിക്കരുത്. കാരണം അത് രാജ്യത്തിന് വലിയ ഭീഷണിയും വിപത്തുമായി തീരും. അതല്ലേ ഇന്ന് ലോകത്തിന് വിപത്തായി തീർന്നിരിക്കുന്ന മൃഗങ്ങളോടുകൂടിയുള്ള മനുഷ്യന്റെ മോഹം. ഞാൻ ഈ ഭാഗത്തെ ഇവിടെ നിർത്തുകയാണ്. വചനം പറയുന്നു, ഇത് ലോത്തിന്റെ കാലമാണ്. ലോത്തും കുടുംബവും പട്ടണം വിട്ടപ്പോൾ ആകാശത്ത് നിന്ന് തീയിറങ്ങി. എന്നാൽ ആ തലമുറയുടെ നടുവിൽ ലോത്ത് മാത്രമാണ് ദൈവദൂതന്മാരുടെ സന്ദേശം സ്വീകരിച്ചത്. നോഹയുടെ കാലത്തിൽ ദൈവത്തിന്റെ സന്ദേശം സ്വീകരിച്ചത് നോഹയുടെ കുടുംബം മാത്രമാണ്. ഇവിടെയും ബൈബിൾ വെളിപ്പെടുത്തുന്നു, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിൽ സംഭവിക്കും. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിൽ സംഭവിക്കും. നോഹയും കുടുംബവും പെട്ടകത്തിൽ കടന്നു, ലോത്തും കുടുംബവും പർവ്വതത്തിൽ കടന്നു. ആ പർവ്വതം ക്രിസ്തുവായിരുന്നു. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 4-ാമത്തെ സൂക്തം. ആ പർവ്വതത്തിൽ കടക്കുമ്പോൾ രക്ഷ. അതുപോലെ ഈ തലമുറയ്ക്ക് നാശത്തിൽ നിന്ന് രക്ഷ നേടുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയിരിക്കുന്ന ഏക പെട്ടകമാണ്, ഏക പർവ്വതമാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് ലോകത്തോട് അറിയിക്കുന്നതാണ് സുവിശേഷം, അല്ലാതെ മതം മാറ്റുന്ന സന്ദേശമല്ല. അങ്ങനെ മതം മാറ്റുന്ന സന്ദേശമെന്ന് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ നീ സുവിശേഷത്തെ ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ്. ദൈവത്തിന് ജാതിയില്ല, ദൈവത്തിന് മതമില്ല, ദൈവത്തിന് ഉച്ചനീച തട്ടുകളില്ല, ദൈവത്തിന് താണവനെന്നും ഉയർന്നവനെന്നും ചാതുർവന്യം മഹാശ്രേഷ്ഠമെന്ന് പറയാനുള്ള ആവശ്യകതയും ദൈവത്തിന് വരത്തില്ല എന്ന് ശക്തമായി ഞാൻ വെളിപ്പെടുത്തുകയാണ്. ആകയാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, നീ ഹൈന്ദവനോ, നീ ക്രൈസ്തവനോ, നീ പാർഷിയോ, നീ ആര്യനോ, നീ അസുരനോ, നീ അടിമയോ, നീ ഉടമയോ, നീ വെള്ളക്കാരനോ, നീ നീഗ്രോയോ, ഈ ലോകത്തിൽ ഏതവനായിരുന്നാലും മനുഷ്യനെ ഒരുവരിൽ നിന്നാണ് ദൈവം സർവ്വരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആകയാൽ മനുഷ്യന്റെ നടുവിൽ ജാതി ഉണ്ടാക്കിയത് മനുഷ്യൻ തന്നെയാണ്. സാക്ഷാൽ ദൈവത്തിന് ജാതിയില്ല. ആകയാൽ ആ ദൈവം സർവഭൂസിമവാസികൾക്കും രക്ഷയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഒരേ ഒരു പെട്ടകമാണ് കർത്താവായ യേശു ക്രിസ്തു. ഇവനിൽ കൂടി രക്ഷ നേടാം. അപ്പോസ്തല പ്രവൃത്തി 4:12 നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നടുവിൽ മറ്റൊരു നാമവും ഇല്ല, മറ്റൊരു പെട്ടകവും ദൈവം ഒരുക്കിയിട്ടില്ല. 3, യേശു പറഞ്ഞ മൂന്നാമത്തെ ശക്തമായ തെളിവ് ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 29-30 വാക്യങ്ങളിൽ അത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അത്തി മുതലായ സകല വൃക്ഷങ്ങളും നോക്കുവിൻ, അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ. അവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ. അത്തി, യഹൂദനെയാണ് അത്തി എന്ന് ദൈവം സംബോധന ചെയ്തിരിക്കുന്നത്. മുതലായവ, അതിന്റെ അർത്ഥം ലോകം വളരണമായിരുന്നു. എഗസ്റ്റിയലിന്റെ പുസ്തകം 21-ാം അധ്യായം 26-ാമത്തെ സൂക്തം.
ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അത് ഇനി അങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. ലോകം മശിഹാ തമ്പുരാൻ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വരുന്നതിന് മുൻപായി ലോകം മാറേണ്ടതായ രണ്ട് വ്യക്തമായ വെളിപ്പാടുകളാണ്. ഒന്ന്, മുതലായവ തളിർക്കണം. എന്താണ് തളിർപ്പ്? അവർ ഉയരണം. രാഷ്ട്രീയപരമായി, സാംസ്കാരികപരമായി, സാമ്പത്തികപരമായി, ആത്മീകപരമായി, ഭൗതികപരമായി ലോകം ഉയരണമായിരുന്നു. ഒരു സമയത്ത് മനുഷ്യൻ കാളവണ്ടിമേൽ യാത്ര ചെയ്തെങ്കിൽ, കുതിരവണ്ടിമേൽ യാത്ര ചെയ്തെങ്കിൽ, ഇന്ന് ശബ്ദത്തെക്കാൾ വേഗതയിൽ മനുഷ്യൻ സഞ്ചരിക്കാൻ പഠിച്ചിരിക്കുന്നു. അതുപോലെ ഒരു സമയത്ത് അവൻ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ ഭൂമിയിലാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് മനുഷ്യൻ ആകാശത്തിൽ കണ്ടുപിടിക്കുവാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ആകാശത്തിന്റെ ആർതികളെ കീഴ്പ്പെടുത്തുവാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് അവർ വളർന്നതാണ്, അവർ തളിർത്തിരിക്കുന്നതാണ്, സാംസ്കാരികപരമായി ഉയർന്നു. ഒരു സമയത്ത് ചിരട്ടയിൽ വെള്ളം കുടിച്ചു കിടന്ന പലരും ഇന്ന് അധികാര സീമകൾക്കകത്തിരുന്ന് ലോകത്തെ ഭരിക്കുന്ന ഭരണകർത്താക്കളായി തീർന്നിരിക്കുന്നില്ലേ? അത് ദൈവത്തിന്റെ വാക്തത്വമാണ്. ദൈവം മനുഷ്യനെ ഒരുവനിൽ നിന്ന് സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനാണ് ജാതി ഉണ്ടാക്കിയത്. ആ ജാതികളുടെ നടുവിൽ തന്നെ ദൈവം അരുളി ചെയ്തു, ഞാൻ താണതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. ഉച്ചരിച്ച തട്ടുകളില്ലാത്ത ദൈവത്തിന്റെ അരുളപ്പാടാണ്. സവർണനെന്നും അപർണനെന്നും വേറ്റുതിരിച്ച് നിർത്തിയിരുന്ന ഇന്ത്യൻ സംസ്കാരം എടുത്ത് പഠിച്ചു നോക്ക്. ഒരു സമയത്ത് തമ്പ്രാക്കന്മാർ ഒരുക്കി കൊടുത്ത സ്ഥലത്ത് കുത്തിയിരുന്ന് കുത്തപ്പെട്ട കുഴിയിൽ ഇറക്കി വെച്ച ഇലയിൽ ഒഴിച്ചു കൊടുത്ത കഞ്ഞിയും കുടിച്ച്, അപ്പുറത്ത് മാറിയിരുന്ന് ചിരട്ടയിൽ വെള്ളവും കുടിച്ച്, എന്തിനേറെ പറയണം, സാധാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ സാധാരണക്കാരന്റെ കുടുംബത്തിൽ ഒരു കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തമ്പ്രാന്റെ കാൽ കീഴെ ഭാര്യയെ അടിയറ വെച്ചൊരു കാലം, അത്രയും അരാജകത്വം നിറഞ്ഞൊരു കാലം ഈ ഭൂമിയിൽ നിലനിന്നപ്പോ എന്റെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഞാൻ താണതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. അതെ, ഇന്നത് സംഭവിച്ചിരിക്കുന്നില്ലേ? ഒരു സമയത്ത് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ കടന്നവരൊക്കെ ഇന്ന് അതെ അന്നവരെ അടിച്ചമർത്തിയ തലമുറകളെ ഭരിക്കുന്ന ഭരണകർത്താക്കളായി മാറിയില്ലേ? ഒരു സമയത്ത് സർവത്തെയും ചവിട്ടി മെതിച്ച തമ്പ്രാക്കന്മാരൊക്കെ ഇന്ന് പട്ടിണി പാവങ്ങളായി മാറിയിരിക്കുന്നില്ലേ? ദൈവവചനം പറയുന്നു, ഇത് അത്തി മുതലായവ തളിർത്തിരിക്കുന്നു. ഞാൻ ഒരു കുലത്തെയും ഒരു സംഘടനകളെയും വിമർശിക്കുന്നില്ല. അത് എന്റെ ജോലിയല്ല, പകരം ദൈവവചനത്തിന്റെ വെളിപ്പാടുകളെ വെളിപ്പെടുത്തുക മാത്രമാണ്. അവിടെ തന്നെ പറയുന്നു, അത്തി. ആരാണ് അത്തി? BC 2100 1985 ഘട്ടത്തിൽ കൽദയിൽ നിന്ന് വിളിച്ച് കനാൻ ദേശത്തിൽ പരമകാരുണ്യവാനായ ദൈവം കൊണ്ടെത്തിച്ച വ്യക്തിയാണ് അബ്രാം. അദ്ദേഹത്തിന് ഒരു പുത്രനെ നൽകി, ഈസഹാക്ക്. അദ്ദേഹത്തിന് 2 പുത്രന്മാർ, യാക്കോബും ഏശാവും. ഇതിൽ യാക്കോബിന്റെ 12 പുത്ര പരമ്പരകളാണ് എബ്രായർ, യഹൂദർ, ഇസ്രായേലിയർ. പിറന്നു വീഴും മുൻപ് 400 വർഷത്തെ വിപ്രവാസം വിധിക്കപ്പെട്ടു. 1876 BC 1876 ഈ പ്രയാണ സമൂഹം ഈജിപ്തിൽ പോയി. 30 ആണ്ടുകൾ കഴിഞ്ഞപ്പോൾ അടിമകളായി. പ്രവചനം നിവർത്തിയായി 400 ആണ്ടുകൾ കഴിഞ്ഞപ്പോൾ BC 1446 മോശെ മുഖാന്തരം മോചിതരായി. BC 1400 യോശുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്തം നേടായ കനാൻ ദേശം അവർ കൈവശമാക്കി. 380 വർഷം അവരെ ന്യായാധിപന്മാരെന്ന നേതാക്കൾ നയിച്ചു. എന്നാൽ ദൈവകൽപ്പനയെ ലംഘിച്ചതായ ഇസ്രായേൽ, ദൈവം ഡയറക്റ്റ് പ്രമാണം നൽകിയത് ഈ ഇസ്രായേലിനാണ്. ദൈവം തെരഞ്ഞെടുത്ത ജാതിയാണ് ഈ പറയപ്പെട്ട ഇസ്രായേൽ. അവർക്ക് ദൈവം ഒരു പ്രമാണം നൽകി. ദൈവ പ്രമാണത്തെ ലംഘിച്ചത് കൊണ്ട് അവർ കട്ടത്തിന്റെ പടുകുഴിയിൽ പതിക്കപ്പെടണമായിരുന്നു. BC 722 അശീറിയൻ രാജാവായ ശൽമനേശ്വർ 5 ഇസ്രായേലിനെ ആക്രമിച്ചു. BC 606 586 ഘട്ടത്തിൽ ബാബിലോണിന്റെ ചക്രവർത്തിയായ നെബൂഖദ്നേസർ യഹൂദന്മാരുടെ രാജഭരണം അവർക്ക് നഷ്ടമായി. എന്നാൽ രാജഭരണം നഷ്ടപ്പെട്ട ഇസ്രായേൽ ഇപ്പോൾ ബാബിലോണിന്റെ അധീനതയിലായി. BC 335 കാലഘട്ടം വന്നപ്പോഴേക്കും അവർ
മാസിഡോണിയൻ രാജാവായ ഫിലിപ്പിന്റെ രണ്ടാം മകൻ അലക്സാണ്ടർ സ്ഥാപിച്ചതായ ഗ്രേക്ക് ഭരണത്തിന്റെ കീഴിലായി BC 63 കാലഘട്ടത്തിൽ റോമിന്റെ അധീനതയിൽ ഇരിക്കുമ്പോഴാ അവിടെ രക്ഷകനും ലോകത്തിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ജനനം. യേശുവിനെ സ്വീകരിക്കാതെ അവർ ബറാബാസിനെ സ്വീകരിച്ചു. ദൈവശാപത്തിന് അവർ അടിമപ്പെട്ടു. അങ്ങനെ BC AD 70 റോമൻ സൈന്യാധിപനായിരുന്ന ടൈറ്റസ് യഹൂദന്മാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി 13,56,000 യഹൂദന്മാരെ കൊന്നൊടുക്കി. ഈ സമയത്ത് അവർക്ക് ഇവിടെ പവിത്ര ദൈവാലയം നഷ്ടപ്പെട്ടു. BC 606 അവിടെ രാജഭരണവും BC AD 70 അവരുടെ പവിത്ര ദൈവാലയവും AD 135 രാജ്യവും നഷ്ടപ്പെട്ട യഹൂദന്മാർ. എന്നാൽ ഇവർ മടങ്ങി വന്ന് തളിർക്കണമെന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ പ്രവചനം. അത് നിവർത്തിയാകണം. അതിനുവേണ്ടിയാണ് ഒന്നാം ലോക മഹായുദ്ധം. 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം യഹൂദന്മാർക്ക് അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ജെയിംസ് വാൽഫർ വിളംബരം നടപ്പാക്കി കൊടുത്തു. ഈ കാരണത്താൽ യഹൂദന്മാർ പാലസ്തീനിൽ കുടിയേറി. 1939 മുതൽ 45 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മൻ ഭരണാധികാരിയായ ഹിറ്റ്ലർ 62 ലക്ഷത്തോളം യഹൂദന്മാരെ കൊന്നൊടുക്കി. എന്നാൽ ഈ ക്രൂരതകൾക്കൊടുവിലായി 1947 ഫെബ്രുവരി ആയപ്പോഴേക്കും ബ്രിട്ടനും ഫ്രാൻസും അതുപോലെ അമേരിക്കയും ഐക്യരാഷ്ട്ര സംഘടനയോട് യഹൂദൻ രാഷ്ട്രമുണ്ടാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും 1948 മെയ് മാസം 14 തീയതി ഇസ്രായേൽ രാജ്യം ഉടലെടുക്കുകയും ചെയ്തു. ഇന്ന് ലോകത്തിന്റെ തലവേദന, ഇന്ന് ലോകത്തിന് ഏറ്റവും പേടി സ്വപ്നമായി തീർന്നിരിക്കുന്ന രാഷ്ട്രം, കാട്ടുപോത്തിന്റെ ശക്തിയുള്ള രാഷ്ട്രം. സാമ്പത്തികപരമായി അവർ ഉയർന്നു, ആത്മീകപരമായി അവർ ഉയർന്നു, സാംസ്കാരികപരമായി അവർ ഉയർന്നു, കൈക്കരുത്തിൽ അവർ ഉയർന്നു, ശാസ്ത്രീയപരമായി അവർ ഉയർന്നു. അത്തി തളിർത്തിരിക്കുന്നു, യഹൂദൻ തളിർത്തു. ഇനി വേനൽ. എന്നാൽ ഈ രാജ്യത്തിന്റെ ഉയർച്ചയുടെ നടുവിൽ നിൽക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് തിരുവെഴുത്ത്. എങ്ങനെ കർത്താവ് വരും? ബൈബിളിൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ സൂക്തം പറയുന്നു, അവരിതാ മേഘാരൂഢനായി വരുന്നു. തൊട്ടടുക്കൽ കിടക്കുന്ന യൂദായിലെ ലേഖനം 17-18 പറയുന്നു, കർത്താവ് 1000 വിശുദ്ധന്മാരുമായി കടന്നു വരുന്നു. 2 തെസ്സലോനിയ ലേഖനം 1-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ പറയുന്നു, അവൻ 1000 വിശുദ്ധന്മാരുമായി അഗ്നി ജ്വാലയിൽ പ്രത്യക്ഷനാകും. 1 ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ സൂക്തം, 1 തെസ്സലോനിയ ലേഖനം 5-ാം അധ്യായം 2-ാമത്തെ സൂക്തം, കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. മത്തായി 24, 28, 29, മർക്കോസിന്റെ സുവിശേഷം 13, 26 മുതൽ 28 വരെ, ലൂക്കോസിന്റെ സുവിശേഷം 21 അതിന്റെ 27, 28. കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധ ദൂതന്മാരുമായി ആകാശ മേഘങ്ങളെ വാഹനമാക്കി വരും. യെശയ്യാ പ്രവാചകൻ 19-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറയുന്നു, യഹോവയായ കർത്താവ് വേഗതയുള്ള മേഘത്തെ വാഹനമാക്കി വരും. സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു, സങ്കീർത്തനം 1 ഒന്നിച്ച് വിളിച്ചു പറയുന്നു, കർത്താവ് കടന്നു വരുന്നത് ദേവന്മാരെയും മനുഷ്യരെയും ന്യായം വിധിപ്പാനായി അവൻ കടന്നു വരുന്നു. അത് തന്നെ മലാഖി പ്രവചിക്കുന്നു, നീതി സൂര്യനായി കർത്താവ് കടന്നു വരും. സെഖരിയായും യോവേലും പറയുന്നു, രാജാതി രാജാവായി അവൻ കടന്നു വരും. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 24-ാം സൂക്തം പറയുന്നു, മിന്നൽ ദിക്കോട് ദിക്കെല്ലാം മിന്നി പറയുന്നത് പോലെ മനുഷ്യപുത്രന്റെ നാളിലും സംഭവിക്കും. വ്യക്തമായ വെളിപ്പാട്. 1 തെസ്സലോനിയ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ സൂക്തം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. എന്താണ് കർത്താവിന്റെ ഗംഭീരനാദം? ദൈവവചനം പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി ഉണ്ടാകട്ടെ എന്നുച്ചരിച്ച കാരണ ശബ്ദം, ഊഴിയിൽ താൻ ഉണ്ടാക്കിയ ആദി മനുഷ്യനെ അനുഗ്രഹിച്ച അനശ്വര ശബ്ദം, അടങ്ങുക എന്ന അല്പാക്ഷരങ്ങൾ കൊണ്ട് ആടി ഉലയുന്ന അജണ്ടവാദത്തെ മുഴുവൻ തന്റെ കാൽ കീഴെ അമർത്തിപ്പിടിച്ച മഹിമാധരന്റെ ശബ്ദം, കോരി വിരുന്നുവാഴിക്ക് കൊടുപ്പിൻ എന്ന അല്പാക്ഷരങ്ങൾ കൊണ്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കാലത്തെ 8 മാസത്തോളം മുന്നോട്ട് നീട്ടിയ കാലത്തിന്റെ കാരണഭൂതന്റെ ശബ്ദം,
കല്ലറയിൽ ഉറങ്ങുന്നവരെയും മരിച്ചു കിടക്കുന്നവരെ എഴുന്നേൽക്ക എന്ന വാക്കുകൾ കൊണ്ട് ആത്മാക്കളുടെ മേൽ അധികാരമുള്ള ആത്മാവിന്റെ ഉടയവന്റെ ശബ്ദം, രോഗികളോട് നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിപ്പിൻ എന്ന വാക്കുകൾ കൊണ്ട് രോഗങ്ങൾക്ക് ശമനം വരുത്തി അവരെ പറഞ്ഞയച്ച അധികാരത്തിന്റെ ശബ്ദം, വിട്ടു പോ എന്ന വാക്കുകൾ കൊണ്ട് പിശാചുകളെ പുറത്താക്കി അവരുടെ മേൽ ജയം കൊണ്ടാടിയ ജയിച്ചവന്റെ ശബ്ദം, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവന്റെ ശബ്ദം, കാദേശ് മരുഭൂമികളെ നടുങ്ങുമാറാക്കുന്ന ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, മരത്തിന്റെ തോല് പൊളിക്കുന്ന ശബ്ദം, അഗ്നിജ്വാലകളെ ചിഹ്നിപ്പിക്കുന്ന ശബ്ദം, അതാണ് കർത്താവിന്റെ ഗംഭീരനാദം. ഈ ഗംഭീരനാദം കേൾക്കുമ്പോൾ തിരുവെഴുത്ത് പറയുന്നു, പ്രധാന ദൂതന്റെ ഒരു ശബ്ദവും ദൈവത്തിന്റെ കാഹളവും. 3 ശബ്ദങ്ങളാണ് അവിടെ പറയുന്നത്. കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ മനുഷ്യൻ പഞ്ചഭൂതങ്ങളിൽ വിലയം പ്രാപിച്ചിരിക്കുന്നെങ്കിലും അവന്റെ ആത്മാക്കൾ തിരിച്ചു വരും. ഒന്ന്, അവിടെ തന്നെ പറയുന്നത്, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ പുനരുത്ഥാനം പ്രാപിക്കും. ആരാണ് ക്രിസ്തുവിൽ മരിച്ചവർ? ക്രിസ്ത്യാനിയായി മരിച്ചവരല്ല, പകരം ക്രിസ്തുവിൽ മരിച്ചവർ. ഏതെങ്കിലും പള്ളിക്കാരെയോ ഏതെങ്കിലും പെന്തക്കോസ്റ്റ് ഡിനോമിനേഷനുകളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഭാ സംഘടനകളെയോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബൈബിൾ വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിൽ മരിക്കുവാനുള്ള ഒരേ ഒരു ക്വാളിറ്റിയാണ് ബൈബിൾ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 47, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോടുകൂടി ചേർത്തുകൊണ്ടിരുന്നു. എന്താണ് സഭ? യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത് നാൾ, ഈ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഭൂമിമേൽ ഇറങ്ങി വന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ 120 പേരടങ്ങിയിരുന്ന ആ മാളിക മുറിക്കകത്ത് ആത്മാവിന്റെ വലിയൊരു സ്വാധീനമുണ്ടായി. അതുമുതൽ ഉടലെടുത്തതാണ് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് കൂടി ചേർത്തു. എന്താണ് രക്ഷിക്കപ്പെടാനുള്ള ക്വാളിറ്റി? അവിടെ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 2:37 മുതൽ 47 വരെ. 1, അവൻ മാനസാന്തരപ്പെടണം. 2, അവൻ സ്നാനപ്പെടണം. 3, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. 4, അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം നിന്ന് അവൻ ദൈവത്തെ ആരാധിക്കണം. 5, അവൻ പാപത്തിൽ നിന്ന് പാപ സ്വഭാവത്തിൽ നിന്ന് വേർപെടണം. 6, അവർ അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിക്കണം. 7, പ്രാർത്ഥനയോടെ തന്നെ തന്നെ ഒരുക്കി കാത്തിരിക്കണം. ഇത് ഏത് പള്ളിക്കാരെന്ന് പറയുവാൻ എനിക്ക് സാധ്യമല്ല. ഇത്രയും യോഗ്യത ഉള്ളവർക്ക് വേദപുസ്തകം പറയുന്നു അവരാണ് രക്ഷിക്കപ്പെട്ടവർ. അവരെ കർത്താവ് ദിനം പ്രതി സഭയോടുകൂടി ചേർത്തുകൊണ്ടിരുന്നു. ഇവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ശരീരം ദൈവം മണ്ണ് കൊണ്ട് നിർമ്മിച്ചു, പഞ്ചഭൂതങ്ങൾ 5 കൊണ്ട്. ആ ശരീരം മണ്ണിൽ വിലയം പ്രാപിക്കും. പക്ഷേ ആത്മാവ് തന്നെ അയച്ച ദൈവം ഒരുക്കിയിരിക്കുന്ന വിശ്രമ സ്ഥലത്ത് ചെല്ലും. എവിടെ? യേശു ക്രൂശിൽ വെച്ച് ഒരു മനുഷ്യനോട് പറഞ്ഞു, ലൂക്കോസ് 23:46, ഇന്ന് നീ എന്നോടുകൂടി പർദീസായിരിക്കും. ഈ പർദീസ എന്ന സ്ഥലത്ത് അവൻ ചെന്നെത്തും. ആരിവനെ കൊണ്ടുപോകുന്നു? ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 22-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിന്റെ ദൂതന്മാർ അവനെ കൊണ്ടുപോകുന്നു. സങ്കീർത്തനം 116-ൽ പറയുന്നു, ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയ. ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെയുള്ള ഭക്തന്മാരെ ദൈവത്തിന്റെ ദൂതന്മാർ കൊണ്ടുപോയി ഈ സ്ഥലത്താക്കുന്നു. അപ്പോൾ ചോദിക്കും, പാസ്, യേശുക്രിസ്തുവിന് മുൻപേ ഉള്ളവരോ? ദൈവം എല്ലാ കാലഘട്ടത്തിലും മനുഷ്യനോട് ഇടപെട്ടിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നോഹയുടെ കാലത്തെയും ലോത്തിന്റെ കാലത്തെയും ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത്. എന്തിനേറെ, സീനായി പർവ്വതത്തിൽ വെച്ച് ലോകത്തിന് തന്റെ ദൈവം 613 കൽപ്പനകളുള്ള ന്യായ പ്രമാണത്തെ നൽകി. ആ പ്രമാണം അനുസരിച്ച് നിയമം ചെയ്തവരെ സങ്കീർത്തനം 50:5 പറയുന്നു, അവർ യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരാണ്. ആ യാഗം കഴിച്ച് നിയമം ചെയ്തവരുടെ യാഗത്തിന് പൂർത്തീകരണം ക്രിസ്തു കാൽവരി ക്രൂശിൽ പരമയാഗമായതോടുകൂടി തീർന്നു. എവിടെയെങ്കിലും ആരുടെയെങ്കിലും നാമത്തിൽ യാഗം കഴിച്ചാൽ പോരാ, യഹോവയുടെ നാമത്തിൽ യഹോവയോടുകൂടി ഉടമ്പടി ചെയ്ത് യാഗം കഴിച്ച് നിയമം ചെയ്തവർക്കാണ് ആ യഹോവ വേഷത്തിൽ മനുഷ്യനായി കടന്നു വന്ന് കാൽവരി ക്രൂശിൽ പരമയാഗം ആയപ്പോഴുണ്ടായ ആ യാഗത്തിൽ കൂടെയുള്ള വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പ് നടന്ന വിശുദ്ധന്മാരും ഈ പറയപ്പെട്ട പർദീസയിൽ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം കടന്നുപോയി. അതിന് മുൻപ് വരെ പാതാളത്തിൽ വിശ്രമ സ്ഥലം എന്ന് വിളിക്കപ്പെട്ട അബ്രഹാമിന്റെ മടി എന്ന സ്ഥലത്ത് അവർ താമസിച്ചിരുന്നു. ക്രിസ്തു പുനരുത്ഥാനത്തിൽ വന്നപ്പോൾ മത്തായി 27 മുതൽ താഴോട്ടുള്ള ഭാഗത്തിൽ പറയുന്നു, കല്ലറകൾ തുറന്നു, വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പുനരുത്ഥാനത്തിൽ വന്നു. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരങ്ങളിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ഈ ആത്മാക്കൾ ഈ പറയപ്പെട്ട
പറുദീസയിൽ ഇന്ന് അന്ത്യ വിശ്രമം കൊള്ളുന്നു. അത് മരണമല്ല, നിദ്ര കൊള്ളൽ മാത്രമാണ്. അവിടെ ബോഡി ഈ ലോകത്തിൽ ഉപേക്ഷിച്ചിട്ട് ദേഹിയും ആത്മാവും ചേർന്ന് അവർ വിശ്രമിക്കുന്നു. അപ്പൊ ചോദിക്കും, പാസ്റ്റേ അല്ലാത്തവരോ? യെസ്, അവിടെ തന്നെ പറയുന്നു ആര് വന്ന് കൊണ്ടുപോയെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ സദൃശവാക്യം 16 അധ്യായം അതിന്റെ 11 സൂക്തം പറയുന്നു, ഒരു ദുഷ്ടനായ ദൂതൻ കടന്നു വരും. അത് തന്നെ ഇയ്യോബിന്റെ പുസ്തകം 18 അധ്യായം 14 സൂക്തം പറയുന്നു, ഘോര രാജാവിന്റെ അടുക്കൽ കൊണ്ടെത്തിക്കും. ആ ഘോര രാജാവിന്റെ അടുക്കൽ എന്ത് സംഭവിക്കുന്നു? യെശയ്യാ 24:22 റിമാൻഡിൽ കിടക്കുന്നു. റിമാൻഡ് എങ്ങനെയുള്ള സ്ഥലം? ബൈബിൾ ലൂക്കോസ് 16:23 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ യാതനാ സ്ഥലം, തീ കത്തുന്ന യാതന സ്ഥലത്ത് റിമാൻഡില്ല. ഇവിടെ മരിച്ചവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് നിവർത്തിയില്ല സ്നേഹിത. ജീവിച്ചിരിക്കുമ്പോൾ അവനൊരു ചായ മേടിച്ചു കൊടുക്കാത്ത നീ മരിച്ചതിന് ശേഷം അവന് വേണ്ടി കർമ്മം നടത്തിയിട്ട് എന്താ പ്രയോജനം? ഇവിടെ ഒരു വാഴ നട്ടു, അതിന്റെ കൊല മുറിച്ചിട്ട് അതിന്റെ തടയ്ക്ക് എന്തെങ്കിലും വളം ചെയ്തുകൊണ്ട് പിന്നെ അതിൽ നിന്ന് നന്മയില്ലാതിരിക്കുന്നത് പോലെയാണ് മനുഷ്യൻ ശരീരം വിട്ട് വേർപിരിഞ്ഞതിന് ശേഷം അവന് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മങ്ങളും ദൈവസന്നിധിയിൽ വ്യക്തമല്ല എന്ന് ഭേദങ്ങളും ഉപനിഷത്തുകളും വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ബൈബിൾ ശക്തമായി സാക്ഷിക്കുന്നു. എന്നാൽ ഇവർ ഈ യാതന സ്ഥലത്ത് റിമാൻഡിലാണ്. എപ്പോൾ ഇവർ മടങ്ങി വരും? പിന്നാലെ ഞാൻ വെളിപ്പെടുത്തും. ഇതിൽ ഒന്നാമത്തെ കൂട്ടർ, ആദ്യം വെളിപ്പെടുത്തിയ കൂട്ടർ, അതായത് ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ, ഇവർ കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ അവിടെ ആത്മാക്കൾ ഏതെല്ലാം സ്ഥലത്ത് അവിടെ ശരീരങ്ങൾ കിടക്കുന്നുവോ, ഏത് കല്ലറയിൽ അടച്ചിരിക്കുന്നുവോ അവിടെ അവർ മടങ്ങി വരും. തെളിവ്, മരിച്ച് 4 ദിവസമായ ലാസറിനെ കർത്താവ് ലാസറെ പുറത്തേക്ക് വരിക എന്ന് വിളിച്ചപ്പോൾ അവൻ 4-ാമത്തെ ദിവസം അതേ ശരീരത്തോടു കൂടി പുറത്തു വന്നു. 2, മരിച്ച് 3-ാമത്തെ ദിവസം പുനരുത്ഥാനത്തിൽ വന്നുകൊണ്ട് മനുഷ്യന് പുനരുത്ഥാന ശരീരം പ്രാപിച്ചു വരാൻ കഴിയുമെന്നും ആ പുനരുത്ഥാന ശരീരത്തിന് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്നും യേശു സ്വർഗാരോഹണം ചെയ്തുകൊണ്ട് ലോകത്തിന് വെളിപ്പെടുത്തി തന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, ബൈബിൾ 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ സൂക്തം, അവനവൻ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ ഒരിക്കൽ വെളിപ്പെടേണ്ടതാകുന്നു. അതെ, ബൈബിൾ പറയുന്നു ഒരിക്കൽ മരിക്കും. എബ്രായ ലേഖനം 9-ാം അധ്യായം 27, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഒരിക്കൽ ഒരു മരണമുണ്ട്, പിന്നെ ഒരു ന്യായവിധിയുമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി വെളിപ്പെടുത്തുന്നു. ഇത് തന്നെ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം പറയുന്നു. ന്യായവിധിക്കൊടുവിലായി സ്വർഗമെന്നും നരകമെന്നും 2 വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ ഈ ആത്മാക്കൾ അവിടെ ശരീരങ്ങൾ വരും. ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, അവർ സമുദ്രത്തിൽ വെച്ച് മരിച്ചാലോ, അവർ തീയിൽ വെന്തുപോയതാണെങ്കിലോ, എങ്ങനെയാണെങ്കിലും പഞ്ചഭൂതങ്ങളിലാണ് അവർ വിലയം പ്രാപിക്കുന്നത്. ആ പഞ്ചഭൂതങ്ങൾ ഇടിച്ച് വിളിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് അവരെ വിളിച്ചു കൊണ്ടുവരുവാൻ കഴിയും എന്ന് ഈ സയൻസ് വിദ്യകൾ വെളിപ്പെടുത്തുന്നു. ഒന്ന്, നമ്മൾ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വസ്തുവിനെ ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ മെമ്മറി കാർഡുകളിലോ പെൻ ഡ്രൈവുകളിലോ, എന്തിനേറെ പറയണം, ഇതിൽ ഒന്നുമില്ലാതെ കമ്പ്യൂട്ടറിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ചിതറിച്ച് കളയാം. പക്ഷേ തിരിച്ച് റീസ്റ്റോർ ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകൾ വെച്ച് നമുക്കതിനെ തിരിച്ചു വിളിക്കാം. അങ്ങനെയാണെങ്കിൽ മണ്ണ് കൊണ്ട് മനുഷ്യൻ ഇത്രയും മഹാത്ഭുതങ്ങൾ ചെയ്യാമെങ്കിൽ മണ്ണിനെയും മനുഷ്യനെയും മെനഞ്ഞ സർവശക്തനായ ദൈവത്തിന് നമ്മുടെ വാക്യരൂപമില്ലാതായാലും അതിന്റെ ഒറിജിനൽ അവന്റെ കയ്യിലുള്ളത് കൊണ്ട് അവന് തിരിച്ചു നമ്മെ വിളിക്കാൻ കഴിയുമെന്ന് വെളിപ്പെടുത്തുന്നു. അങ്ങനെ ഇവിടെ ശരീരങ്ങൾ കല്ലറകൾക്കകത്ത് കടന്നു വരും. കല്ലറകൾ തുറക്കും. പ്രധാന ദൂതന്റെ ശബ്ദം, പ്രധാന ദൂതനായ മിഖായേൽ ശബ്ദം പുറപ്പെടുവിക്കുന്നത് ഇന്ന് ലോകത്തെ രക്ഷയിൽ വിടാതെ ദൈവിക സന്ദേശങ്ങൾ ശ്രവിക്കാൻ കാതുകളെ തുറക്കാതെ അടച്ചു വെച്ചിരിക്കുന്ന പിശാചും പരിവാരങ്ങളും ഇവിടെ പുനരുത്ഥാനത്തിന് തടസ്സം നിൽക്കും. പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇവരെല്ലാം ഓടി മറിയുവാൻ തുടങ്ങും. ഉടനെ ദൈവത്തിന്റെ കാഹളം. എന്തിനാണ് കാഹളം ഊതുന്നത്? ഒന്നാമത് കാഹളം ഊതുന്നത് ആരാധന, പൊതുസമ്മേളനം, യുദ്ധം, അതുപോലെ തന്നെ പാളയം പുറപ്പെടുവാൻ, ന്യായവിധി എന്നിവയ്ക്ക് വേണ്ടിയാണ് സാധാ കാഹളം ഊതുന്നത്. ഇവിടെ ഈ കാഹളത്തിന് 2 കാര്യങ്ങൾ നടക്കും. ഒന്ന്, പാളയം പുറപ്പെടും. ഏതാണ് പാളയം? യേശു ഇവിടെ കയറി വരിക എന്ന് വിളിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ പുനരുത്ഥാനം പ്രാപിക്കും. ജീവനോടെ ശേഷിക്കുന്നവർ അവരോടൊന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ജീവനോട് അവശേഷിക്കുന്നവർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവർ രൂപാന്തര ശരീരം പ്രാപിച്ച്
അവർ കർത്താവിനോടുകൂടി എടുക്കപ്പെടും. നമുക്ക് സമുദ്രത്തിൽ ജീവിക്കണമെങ്കിൽ സമുദ്രത്തിൽ ജീവിക്കുവാൻ തുല്യമായ ഒരു ശരീരം വേണം. സ്വർഗത്തിൽ ജീവിക്കണമെങ്കിൽ സ്വർഗീയന്റെ പ്രതിമ വേണം. ആ സ്വർഗീയന്റെ ശരീരം ഞാൻ നേരത്തെ വെളിപ്പെടുത്തി. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവൻ നിറയപ്പെടുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൻ രൂപാന്തരത്തിൽ വരും. ഈ രണ്ട് കൂട്ടരും ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. അതോടെ കൃപയുടെ വാതിലടഞ്ഞു. പിന്നെ ദൈവത്തിന്റെ ന്യായവിധി. എന്താണ് ദൈവത്തിന്റെ ന്യായവിധി? അവിടെ എഴുതിയിരിക്കുന്നു, കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. ആരും നിരൂപിച്ചിരിക്കാത്ത ഒരു നാളിൽ ഇത് സംഭവിക്കും. എങ്ങനെ സംഭവിക്കും? അവിടെ എഴുതിയിരിക്കുന്ന അന്ന് ആകാശം കൊടിയ മുഴക്കത്തോടുകൂടി മാറിപ്പോകും. ഭൂമിയും അതിലെ മൂലപദാർത്ഥങ്ങളും ബന്ധഴിഞ്ഞു പോകും. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. ഇന്നത്തെ മനുഷ്യൻ ലോത്തിന്റെ കാലം പോലെ നോഹയുടെ കാലം പോലെ ഒരു ന്യായവിധി ഇല്ല എന്ന് ചിന്തിച്ച് ലോകത്തിന്റെ കർണരസമാറുമാകുന്ന ഇന്നത്തെ കാഴ്ചകളിൽ മതിമയങ്ങി ഇരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് ഈ അലഞ്ഞ് അതേത് ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന ദൈവത്തിന്റെ സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അതോടെ കൃപയുടെ വാതിലടഞ്ഞു. പിന്നെ ദൈവ ഭൂമിയെ തീ കൊണ്ട് അഗ്നി കൊണ്ട് അഭിഷേകം ചെയ്യുന്ന നാളുകളാണ്. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടിയ മുഴക്കത്തോടുകൂടി മാറിപ്പോകും. ഭൂമിയും അതിലെ മൂലപദാർത്ഥങ്ങൾ ബന്ധഴിയും. ഈ സത്യം ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ പ്രസംഗിച്ചപ്പോൾ ബുദ്ധിജീവികൾ പറഞ്ഞു ഇത് സംഭവിക്കത്തില്ല. കാരണം ഭൂമിയിൽ ആറ്റം എന്നൊരു പ്രതിഭാസമുണ്ട്. അതുള്ളിടത്തോളം കാലം ഭൂമിയുടെ മൂലപദാർത്ഥങ്ങൾ പൂർണ്ണമായി ബന്ധഴിയത്തില്ല എന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, ഇന്ന് അതേ സയൻസ് പറയുന്നില്ലേ ആറ്റം വിവേചിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് അതിനർത്ഥം? ഭൂമിയെ ദൈവം ഇതാ തീ കൊണ്ട് കത്തിക്കാൻ പോകുന്നുവെന്നാണ് അതിന്റെ ശക്തമായ വെളിപ്പാട്. എങ്ങനെ സംഭവിക്കും? ബൈബിൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അതിവൃഷ്ടം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകം ചുരുട്ടുന്നത് പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. സ്നേഹിത, ശക്തമായൊരു ഭൂകമ്പം ഉണ്ടാകുന്നു. ചന്ദ്രൻ രക്തതുല്യമായി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. സൂര്യൻ ദൈവമല്ല, സൃഷ്ടഗോളം മാത്രമാണ്. ചന്ദ്രൻ ദൈവമല്ല, സൃഷ്ടഗോളമാണ്. ഭൂമി ദൈവമല്ല, സൃഷ്ടഗോളമാണ്. സമുദ്രം ദൈവമല്ല, പകരം ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ 2% ഹൈഡ്രജനും 1% ഓക്സിജനും ചേർന്നപ്പോൾ വെള്ളം, ആ വെള്ളം കൂടിക്കിടക്കുന്നതാണ് സമുദ്രം. സൂര്യൻ ഏകദേശം 90% ഹൈഡ്രജനും 8% ഹീലിയവും 2% പൊടിയും ഉരുക്കും കൊണ്ട് ദൈവം നിർമ്മിച്ചിരിക്കുന്നതാണ് സൂര്യൻ. ആ സൂര്യനെ കുറിച്ച് ഇന്നത്തെ സയൻസ് പറയുന്നു, സെക്കൻഡിൽ 40 ലക്ഷം ടൺ ഹൈഡ്രജൻ വാതകം കത്തി തീർന്നുകൊണ്ടിരിക്കുന്ന സൂര്യൻ അവസാനം കറുത്ത് കരിക്കട്ടയായി അവൻ കരിക്കട്ട പൊടിഞ്ഞു വീഴുന്നത് പോലെ പൊടിഞ്ഞു വീണു പോകുമെന്ന്. എന്നാൽ അതേ പദം തന്നെ ബൈബിൾ പറയുന്നു, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ രക്തതുല്യമായി തീർന്നു. സൂര്യന്റെ ഗുരുത്വാകർഷണം നഷ്ടപ്പെടുമ്പോൾ ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്ന ഗോളമേ അല്ല, പകരം സൂര്യരശ്മികളെ തന്നിൽ കേന്ദ്രീകരിച്ച് അതിനെ പ്രതിബിംബിച്ചാണ് ഈ നമ്മുടെ ഭൂമിയിലേക്ക് അവൻ വെളിച്ചമായി തീരുന്നത്. ആകയാൽ ചന്ദ്രൻ രക്തത്തുള്ളികൾ പോലെ ഉരുകിത്തീരും. ദൈവ സൃഷ്ടാവിന് സൃഷ്ടിയെ ഏത് രൂപത്തിൽ നശിപ്പിക്കണമെന്നറിയാം. അണുവായുധം ഉണ്ടാക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ അറിയാം അതിനെ എങ്ങനെ നിർവ്യാപ്തമാക്കി തീർക്കണമെന്ന്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവത്തിനറിയാം ഇതിനെങ്ങനെ നശിപ്പിക്കണമെന്ന്. വചനം ആവർത്തിക്കുന്നു, ആകാശം പുസ്തക ചുരുൾ മാറുന്നത് പോലെ ആകാശത്തിന്റെ അറുതിയിൽ കൂടുവയ്ക്കുന്നവനെ നക്ഷത്രങ്ങളുടെ നടുവിലും അതുപോലെ ചന്ദ്രനിൽ കൂട് വെച്ചിട്ട് അവിടെ വാസമുറപ്പിച്ച് സുഖവാസമാക്കാമെന്ന് ചിന്തിച്ചിരിക്കുന്ന സ്നേഹിത, ഓർത്തുകൊള്ളുക. വചനം പറയുന്നു, നീ കഴുകനെ പോലെ ഉയരത്തിൽ പറന്നാലും നക്ഷത്രങ്ങളുടെ നടുവിൽ കൂടുവച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ ഇറക്കും. സകല നക്ഷത്രങ്ങളെയും ഭൂമിയിൽ ദൈവം പൊഴിയിക്കാൻ പോണുവോ. ദൈവവചനം പറയുന്നു, ദൈവം മനുഷ്യവാസത്തിന് വേണ്ടി തന്ന ഭൂമിയെ ദൈവം ഇതാ തീ കൊണ്ട് തകർക്കാൻ പോകുന്നു. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു പെട്ടകം,
അതാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവിനെ ക്രിസ്ത്യാനികളുടെ ദൈവമെന്നും അവൻ വിദേശിയെന്നും അവൻ യഹൂദൻ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ നീ ഓർത്തോ, ഇന്ന് തള്ളിക്കളയുന്ന ഈ ക്രിസ്തു നാളെ രാജാതി രാജാവായി ന്യായാധിപനായി സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും. പാസ്റ്റർ റോയി പറഞ്ഞതല്ല, ബൈബിൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ സൂക്തം പറയുന്നു, എന്നാണ് സകല മുഴങ്കാലും എന്റെ മുൻപിൽ മടങ്ങും. യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവിന്റെ മഹത്വത്തിൽ ഏറ്റു പറയേണ്ടി വരും. ദൈവവചനം ശക്തമായി പറയുന്നു. യെശയ്യാ 45:23 ഈ വാക്യത്തെ കാണാം. എന്നാൽ ആകാശം പുസ്തക ചുരുൾ മാറുന്നത് പോലെ മാറിപ്പോയി, ആകാശത്തിലെ നക്ഷത്രങ്ങൾ മാമ്പഴം പൊഴിയും പോലെ പെയ്തിറങ്ങി, അല്ലെങ്കിൽ അത്തിക്കായ്കൾ പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിട്ട് കായ് ഉതിർക്കും പോലെ ഭൂമിയിൽ പെയ്തിറങ്ങി. ഇത് ഇന്നത്തെ കൊള്ളിമീനുകളാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ചെറിയ ഉൽക്കകളാണ്. ഒരു നക്ഷത്രത്തിന് ഇന്ന് നാം ദൂരെ നിന്ന് ദർശിക്കുന്ന മഹാനക്ഷത്രങ്ങൾക്കൊന്നും ഇടിക്കാൻ ഈ ഭൂമി ഉണ്ടാകത്തില്ല. എന്നാൽ ഇന്നത്തെ സയൻസ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഉൽക്കകളെല്ലാം ഒന്നിച്ചു വന്ന് ഇടിക്കുന്ന ഒരു ദിവസം വരും. മാമ്പഴം പൊഴിയും പോലെ, അല്ലെങ്കിൽ അത്തിക്കായ്കൾ പെയ്തിറങ്ങുന്നത് പോലെ ഈ ഭൂമിയിൽ പെയ്തിറങ്ങുമ്പോൾ എല്ലാ മലയും എല്ലാ ദ്വീപും സ്വസ്ഥാനത്ത് നിന്നിളകി ഭൂമി തീ കൊണ്ട് അഗ്നി കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടും. ബൈബിൾ പറയുന്നു, ഈ ഭൂമിയെ ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. സർവ്വജടത്തെയും ദൈവം വെന്തരിക്കുമെന്ന് ചുട്ട് ചാമ്പലാക്കി കളയുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായ ഭാഷയിൽ നമുക്ക് വെളിപ്പെടുത്തുന്നു. അതിനെ ഞാൻ ഒരു ഭാഗത്തെ കൂടി ബൈബിളിൽ നിന്ന് വെളിപ്പെടുത്തട്ടെ. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാട്ടം പോലെയും ചൊരിയും. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. സർവ്വഭൂമിയും അവന്റെ തീഷ്ണാഗ്നിക്ക് ഇരയായി തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്ര സംഹാരം വരുത്തും. സെഫന്യായുടെ പുസ്തകം 1-ാം അധ്യായം 17-18 സൂക്തങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിത, ആ സമയത്ത് 2% ഹൈഡ്രജൻ ആയിരിക്കുന്ന സമുദ്രം കത്തിത്തീരും. അങ്ങനെ സമുദ്രവും ഇല്ല. എല്ലാം ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. സർവ്വത നഷ്ടപ്പെട്ട ഭൂമിയിൽ ദൈവം ഒരു സിംഹാസനം ഒരുക്കും. ബൈബിൾ ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ സൂക്തം, അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, ഒരു സിംഹാസനത്തെയും കണ്ടു. ആ സിംഹാസനത്തെ വെളിപ്പാട് പുസ്തകം 20:11 പറയുന്നു, വെള്ള സിംഹാസനം, പരിശുദ്ധിയുടെയും വിശുദ്ധിയുടെയും ന്യായത്തിന്റെയും സിംഹാസനം. ആ ന്യായത്തിന്റെ സിംഹാസനത്തിൽ ഒരുവൻ ഇരിപ്പുണ്ട്. ആരാണ് ഇരിക്കുന്നത്? യോഹന്നാൻ 5:22 അവിടെ എഴുതിയിരിക്കുന്നു, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി മുഴുവൻ പുത്രന് നൽകിയിരിക്കുന്നു. യേശു ക്രിസ്തു ന്യായാധിപനായിരിക്കും. എങ്ങനെ? ദാനിയേൽ പറയുന്നു, അവൻ ഇരിക്കുന്ന സിംഹാസനം കത്തുന്ന തീ, അവന്റെ മുമ്പിൽ നിന്ന് ഒരഗ്നി നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുൻപാകെ നിന്നു. അതുവരെ മരിച്ചിട്ടുള്ള സർവ്വപേരെയും യേശു മടക്കി വരുത്തുമെന്ന് തിരുവെഴുത്ത് പറയും. നേരത്തെ ഞാൻ സൂചിപ്പിച്ച റിമാൻഡിൽ കിടക്കുന്ന പുള്ളികളും ഈ ഭൂമി അഗ്നി കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്ന സമയത്ത് ദേഹങ്ങൾ നഷ്ടപ്പെട്ടവരും ദേഹിയും ആത്മാവും ചേർന്ന് നിത്യനായ മനുഷ്യൻ, അമരനായ മനുഷ്യൻ, മരണമില്ലാത്തവനായ മനുഷ്യൻ, മനുഷ്യന്റെ ആത്മാവ് വാളുകൊണ്ട് ഛേദിക്കാൻ കഴിയത്തില്ല, തീയിൽ വെന്തു പോകത്തില്ല, അതുപോലെ വെള്ളത്തിൽ ലയിക്കത്തില്ല, വായുവിൽ ചേരത്തില്ല. ഇവൻ വന്ന് നിൽക്കും. എവിടെ നിൽക്കും? അവന്റെ മുമ്പിൽ നിന്ന് ഒരഗ്നി നദി ഒലിച്ചുകൊണ്ടിരിക്കുന്നു. സങ്കീർത്തനം 93, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവിൻ. ആദി മനുഷ്യനായിരുന്ന ആദത്തിന്റെ പുത്രൻ കയീൻ തുടങ്ങി ഇങ്ങോട്ടുള്ള സർവദൈവ ദോഷികളും ദൈവ നിന്ദകരും നിരീശ്വരവാദവും യുക്തിവാദവും പറഞ്ഞ് ഈ ലോകത്തിൽ ഒരു സൃഷ്ടാവില്ല, നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാമെന്ന് നീ ഇന്ന് ധരിച്ചോ, ഒടുവിൽ ചടം വിട്ട് പിരിയുന്ന ഒരു ദിവസം വരും. അവസാന ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പ് നീ നിൽക്കേണ്ടി വരും സ്നേഹിത. അതുകൊണ്ട് നിന്നെ രക്ഷിപ്പാനും കൂടി ദൈവം ഒരുക്കിയതല്ലേ
രക്ഷയുടെ പെട്ടകം ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്ന് നീ നിന്റെ സംഘടനയെ വെളിപ്പെടുത്തുവാൻ വേണ്ടി എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഉള്ളിന്റെ ഉള്ളുകൊണ്ട് സാക്ഷാൽ ഒരു ദൈവമുണ്ടെന്നുള്ള സത്യം നിന്റെ മനസ്സാക്ഷി പറയുന്നു. അതുകൊണ്ടാണ് നീയും പറയുന്നത് കണ്ടാൽ വിശ്വസിക്കാമെന്ന്. എന്താണെന്നറിയോ? ഉള്ളിന്റെ ഉള്ളിൽ ഒരു സംശയം കിടപ്പുണ്ട്. ആ സംശയം ഉണ്ടോ ഇല്ലയോ എന്ന സംശയം, ആ ഉണ്ടോ എന്ന സംശയം തരുന്നത് സാക്ഷാൽ ദൈവമാ. ആകയാൽ ആ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ രക്ഷയെ നിന്റെ ജീവിതത്തിൽ സ്വീകരിക്കണമേ എന്ന് ഞാൻ നിന്റെ ഒരു നല്ല സഹോദരനായി നിന്നുകൊണ്ട് വിനീതമായി നിന്നോട് അഭ്യർത്ഥിക്കുകയാണ്. ഒടുവിൽ എല്ലാവരും വന്ന് ആ തീയുടെ മുകളിൽ നിൽക്കും. ദൈവം ഓരോരുത്തരെയും ന്യായം വിധിക്കാൻ നിർത്തുന്നത് ആത്മദേഹികളായ മനുഷ്യരെ ഇതാ തീയുടെ മുമ്പിൽ, തീയുടെ മുകളിൽ നിർത്തി. ഒടുവിൽ മത്തായിയുടെ സുവിശേഷം 25:41 പറയും, ശാപിക്കപ്പെട്ടവരെ, അതുവരെയുള്ള തന്റെ കുറ്റകൃത്യങ്ങളും താൻ ഒരുക്കിയ രക്ഷയെ കൈക്കൊള്ളാത്ത ആ സത്യത്തെയും വെളിപ്പെടുത്തി മനുഷ്യനെ കുറ്റവാളി എന്ന് തെളിയിച്ച ശേഷമേ അവൻ നാശത്തിലേക്കത്തുള്ളൂ. മഹാഭാരത ചരിത്രം പഠിച്ചാൽ ഓരോരുത്തരും ചെയ്ത് കൂട്ടിയ കുറ്റങ്ങളെ അവരവർക്ക് കൃഷ്ണൻ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ കൃഷ്ണന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഏത് ശത്രുവാണോ തന്നെ കീഴ്പ്പെടുത്താൻ നിൽക്കുന്നത് അവരോട് എന്നെ വേഗത്തിൽ വധിച്ചുകള എന്ന് ആവശ്യപ്പെടുന്നതാ പിന്നെ കാണുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇന്ന് തന്റെ കുറ്റവും കുറവും താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ അരാജകത്വവും നിനക്ക് ബോധം വരത്തില്ല. ദൈവം മുൻപാകെ നീ നിൽക്കുമ്പോൾ അത് നിനക്ക് ബോധം വരും. അപ്പോൾ നിനക്ക് മനസ്സിലാകും നീ ചെയ്ത കുറ്റത്തിന് തക്കവണ്ണമുള്ള ശിക്ഷയാണ്. എന്നാൽ നീ ദുഃഖിക്കും. എന്തെന്നറിയോ? ഒരിക്കലും വിടുതലില്ലാത്ത നാശമാണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത്. സ്നേഹിത, ബൈബിൾ ശക്തമായ ഭാഷയിൽ നമുക്ക് വെളിപ്പെടുത്തുന്നു, ശാപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. പിശാചാണ് അവിടുത്തെ രാജാവ്. അവനോടൊപ്പം ഈ ജനപതികൾ കടന്നു പോകണമെന്ന് എഴുതിയിരിക്കുന്നു. അവിടുത്തെ പ്രത്യേകത യെശയ്യാ 30:33 യഹോവ പണ്ടു തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു. അതിനെ ആഴവും വിശാലവുമാക്കിയിരിക്കുന്നു. അതിന്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട്. യഹോവയുടെ ശ്വാസം ഗന്ധക നദി പോലെ അതിനെ കത്തിക്കുന്നു. കത്തിജ്വലിക്കുന്ന തീ സമുദ്രത്തെയാണ് തിരുവെഴുത്ത് പറയുന്നത്. അവിടെ ഒരിക്കലും ആത്മദേഹികളായ മനുഷ്യൻ ബന്ധരിഞ്ഞ് തീരത്തില്ല. നിത്യം അവിടെ ബന്ധ എരിയുന്ന അവസ്ഥ. മറ്റൊരു പ്രത്യേകത യെശയ്യാ 66:24 പറയുന്നു, അവർ പുറപ്പെട്ടു ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും. അവിടെ പുഴു ചാകയില്ല, അവിടെ തീ കെട്ടുപോകയില്ല. അവർ സർവ്വജഡത്തിനും അറപ്പായിരിക്കും. തീയിൽ പുഴുണ്ട് എന്ന് ഇവിടെ പ്രവാചകൻ വെളിപ്പെടുത്തുന്നു. അത് തന്നെ മർക്കോസ് 9:48-49 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ പുഴു ചാകയില്ല, അവിടെ തീ കെട്ടുപോകയില്ല, അവിടെ എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. തീ കൊണ്ട് ഉപ്പിട്ട് വയ്ക്കും. ഒരിക്കലും നശിച്ചു പോകാത്ത രൂപത്തിൽ ഗന്ധകം തട്ടി ദൈവം തീ കൊണ്ട് ഈ ആത്മദേഹികളെ ഉപ്പിട്ട് വയ്ക്കുമെന്ന് ദൈവവചനം പറയുന്നു. അതിനെയാണ് വേദങ്ങളും ഉപനിഷത്തുക്കളും മതഗ്രന്ഥങ്ങളും നരകം എന്ന് വിളിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത യെശയ്യാ 14:11 പറയുന്നു, നിന്റെ ആഡംബരവും ബാധ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങി നിന്റെ കീഴെ പുഴുക്കള വിരിച്ചിരിക്കുന്നു. കൃമി നിനക്ക് പുതപ്പായിരിക്കും. ഒരു ചോദ്യം ചോദിക്കും, പാസ്റ്ററേ, തീയിൽ കത്തിച്ചൊലിക്കുന്ന തീ സമുദ്രത്തിൽ പുഴുവോ? ഉണ്ട് സ്നേഹിത. 5500 സെന്റിഗ്രേഡിൽ തിളയ്ക്കുന്നതാണ് നമ്മുടെ ഭൂമിയുടെ അടിഭാഗം. അവിടെ നിന്ന് പൊട്ടി വരുന്ന അഗ്നിപർവ്വതത്തിൽ നിന്ന് വരുന്ന ലാവയിൽ ജീവനുള്ള പുഴുക്കൾ ഉണ്ടെന്ന് ഇന്നത്തെ സയൻസ് തെളിയിച്ച നീ കണ്ടില്ലയോ? അർത്ഥം നരകത്തിൽ പുഴുവുമുണ്ടെന്ന് എഴുതിയിരിക്കുന്നു. നരകത്തെ വർണ്ണിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ഇതാണ് ദൈവം ഒരുക്കുന്ന ദുഷ്ടന്മാർക്ക് വേണ്ടിയുള്ള ഇടം. എന്താണ് ദുഷ്ടൻ? ഭക്തി വിരുദ്ധമായ പ്രവൃത്തി ചെയ്തവൻ. ദൈവ നിഷേധികളെയാണ് ബൈബിളും ഭേദങ്ങളും ദുഷ്ടൻ എന്ന് വിളിച്ചിരിക്കുന്നത്. ഇവിടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഒരേ ഒരു പെട്ടകമാണ് യേശു. ഒരുവൻ നരകത്തിൽ ചെല്ലുന്നത് പാപം ചെയ്തത് കൊണ്ടല്ല, പകരം ദൈവം ഒരുക്കിയ രക്ഷയായിരിക്കുന്ന ഈ പെട്ടകം ക്രിസ്തു അവനെ കൈക്കൊള്ളാത്തൊരൊറ്റ കാരണം കൊണ്ടാണ് ഒരുവൻ നരകത്തിൽ ചെല്ലുന്നത് എന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. സ്നേഹിത, എന്നാൽ ആദ്യം ചേർക്കപ്പെട്ട കൂട്ടരോ കർത്താവിന്റെ ഗംഭീരനാദത്തിങ്കൽ അവരെവിടെ എത്തിയെന്ന് നിനക്ക് കേൾക്കണ്ടേ? അതും കൂടി കേൾക്ക്. അതുകൂടി കേട്ട് ഞാൻ എന്റെ പ്രസംഗത്തെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ വളരെ വ്യക്തമായ ഭാഷയിൽ ശക്തമായി നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു സത്യമാണ്. കർത്താവിനോട് കൂടി ചേർന്ന് ഈ വ്യക്തികളെ വചനം ശക്തമായി വെളിപ്പെടുത്തുന്നു. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു.
യേശു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, യോഹന്നാൻ 14 അതിന്റെ 3-4, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ആയിരിക്കുന്ന നിങ്ങളായിരിക്കാൻ മടങ്ങി വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. സ്നേഹിത, ദൈവം ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് ഉച്ചരിച്ചുണ്ടാക്കിയ ഈ ഭൂമിക്ക് ഇത്രയും മനോഹാരിതയാണെങ്കിൽ സ്വർഗത്തിലെ അവസ്ഥ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ദൈവം 2000 വർഷങ്ങൾ കൊണ്ട് യേശു പണിതതാണ് ഈ പട്ടണം. ആ പട്ടണത്തിന്റെ പ്രത്യേകത ഇവിടെ പറയുന്നു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞു പോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. വെളിപ്പാട് 21-ാം അധ്യായം 1 മുതൽ താഴോട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം ഒരുക്കിയ ആ സ്വർഗത്തിൽ പണിത ഈ മനോഹര സൗധം ഈ നശിച്ചതായ ഭൂമി നിന്ന സ്ഥാനത്ത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അവിടെ പറയുന്നു, പുതിയ ആകാശവും പുതിയ ഭൂമിയും. ആകാശത്തെ കാണുന്നു, ഭൂമിയെയും കാണുന്നു, പക്ഷെ സമുദ്രമില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല. പകരം അവിടെ ജീവജലത്തിന്റെ നദിയുണ്ട്. വീണ്ടും അവിടെ ആവർത്തിക്കുന്നു, കുഞ്ഞാട് അവിടെ വിളക്കായിരിക്കുന്നു. യേശു ലോകത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. യെശയ്യാ പ്രവാചകന്മാര് പറയുന്നു, 1000 സൂര്യഗോളങ്ങൾ ഒന്ന് ചുതിച്ചാൽ അവന്റെ മുഖശോഭയുടെ മുമ്പിൽ നിൽക്കുമോ? കുഞ്ഞാട് വിളക്കായിരിക്കും. ദൈവപുത്രൻ പട്ടണത്തെ മുഴുവൻ ദൈവ തേജസ്സിനാൽ നിറച്ച് ശോഭിപ്പിക്കും. അതാണ് ശോഭനമായ പട്ടണം. ആ പട്ടണത്തിന്റെ മറ്റൊരു പ്രത്യേകത, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നും ദൈവത്തോട് കൂടെ വസിക്കുവാൻ. എന്നാൽ ഒരിക്കലും മനുഷ്യൻ ദൈവ ഇഷ്ടപ്രകാരം നിന്നില്ല. യേശു ക്രിസ്തുവിൽക്കുള്ള കൂടെയുള്ള വീണ്ടെടുപ്പ് പ്രാപിക്കുന്നവൻ എന്നും ഈ ദൈവത്തോട് കൂടെ വസിക്കും. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവം താൻ അവിടെ കണ്ണിൽ നിന്ന് അവിടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അവർക്കിനി വിശക്കുകയില്ല, അവർക്കിനി ദാഹിക്കുകയില്ല, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും ഉണ്ടാകുകയില്ല, കഷ്ടത ഇനി ഉണ്ടാകത്തില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ സകലതും പുതുതാക്കുന്നു. സ്നേഹിത, കണ്ണുനീരില്ലാത്ത ഭവനം, കഷ്ടതയില്ലാത്ത ഭവനം, നിലവിളിയില്ലാത്ത ഭവനം, നിരാശയില്ലാത്ത ഭവനം, കസേരവലിയില്ലാത്ത ഭവനം, ഒറ്റിക്കൊടുപ്പില്ലാത്ത ഭവനം, കൂട്ട നിലവിളിയില്ലാത്ത ഭവനം. ഇതാണ് ദൈവത്തിന്റെ ഭവനം. ദൈവവും മനുഷ്യനും. ദൈവം താൻ അവിടെ ദൈവമായിരിക്കും. ദൈവം അവിടെ കണ്ണിൽ നിന്ന് ഇവിടെ കണ്ണുനീരൊക്കെയും തുടച്ചു കളയും. ഈ മനോഹര സൗധം ദൈവം പണിതിട്ടിരിക്കുന്നു. ഇവിടെ ഒരുവനെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയാ ദൈവം വേഷത്തിൽ മനുഷ്യനായി കടന്നു വന്നത്. ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, പാസ്റ്ററെ, നിങ്ങൾ തന്നെ പറഞ്ഞതാണ് സ്വർഗത്തിൽ യാതൊരു നിലവിളിയുമില്ല എന്ന്, പിന്നെ എങ്ങനെ കണ്ണുനീര് തുടച്ചു എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ വായിച്ചു കേട്ട ആദ്യത്തെ വാക്യം നിങ്ങൾ ഓർക്കണം. അവൻ പോയതുപോലെ വരും. യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ താൻ പുനരുത്ഥാനത്തിൽ വന്ന 40 ദിവസമേ ആയിട്ടുള്ളൂ. കുത്തി തുളയ്ക്കപ്പെട്ട വിലാപ്പുറവും കുത്തി തുളയ്ക്കപ്പെട്ട കൈകാലുകളും പൂർണ്ണമായി മുറിവുണങ്ങിയിട്ടില്ല. കന്നുകാലികൾ ഉഴുതു മറിച്ചിട്ടപ്പോ കണ്ട പോലെയായ തന്റെ മുതുകിലെ മുറിവുണങ്ങിയിട്ടില്ല. മുറിവുണങ്ങാത്തവനായി കയറിപ്പോയ കർത്താവ് ഈ പുതു വാനഭൂമിയിൽ തന്റെ മക്കളുടെ നടുവിൽ നിൽക്കുമ്പോൾ അവന്റെ കൈകളിൽ മുറിവ് പ്രത്യക്ഷമാകും. ഓടി വന്ന് മനുഷ്യർ അവനോട് ചോദിക്കും, അല്ലയോ കർത്താവേ, നിന്റെ കൈകളിൽ കാണുന്ന ഈ മുറിവെന്ത്? വചനം സെഖരിയ 13:6. അന്നാളിൽ അവർ എന്നോട് ചോദിക്കും, നിന്റെ കൈകളിൽ കാണുന്ന മുറിവെന്ത്? മറുപടി, ഞാൻ സ്നേഹിച്ചവരുടെ ഭവനത്തിൽ വെച്ച് അടികൊണ്ടതെന്ന് അന്നവർക്ക് വെളിപ്പെടുത്തും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, യേശു ക്രിസ്തു പുതുവാന ഭൂമിയിൽ മുറിവുണങ്ങാത്തവനായി തങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ, എന്റെ കുഞ്ഞെ, എന്റെ മകനെ, എന്റെ മകളെ, നിന്നെ ഇവിടെ കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായ ആ മുറിപ്പാടുകളാണ് ഇതെന്ന് കാണുമ്പോൾ അവിടെ ഹൃദയം തേങ്ങലടിക്കുന്ന ആ അവസ്ഥയാണ്. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും. തുടച്ചിട്ട് പറയും, ഇനി നീ കരയണ്ട, ഇനി നിത്യം നിനക്ക് എന്നോട് വസിക്കാം, ഇനി നിത്യം ഞാൻ നിന്നോട് കൂടെ വസിക്കും. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ഈ സ്വർഗ ഭാഗ്യത്തിൽ പ്രവേശിക്കുവാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സർവ സ്നേഹിതരോടും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുക. സ്നേഹിത, യേശുവിനെ ക്രിസ്ത്യാനികളുടെ ദൈവമെന്നും യഹൂദനെന്നും വിദേശി എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാതെ ദൈവം മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ ഏക രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ പെട്ടകത്തിൽ കയറിയാലല്ലാതെ ഈ തുറമുഖത്തിൽ ചെന്നെത്താൻ പറ്റത്തില്ല. 2 വഴികൾ ദൈവം വച്ചിരിക്കുന്നു. ജീവന്റെ വഴി, ഒന്ന് നാശത്തിന്റെ വഴി. രണ്ടും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നു. ഇതുവരെ ഞാൻ വെളിപ്പെടുത്തിയത് മുഴുവൻ
ലോകത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെയാണ്. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ രണ്ട് പതനങ്ങളെയും യഥാക്രമത്തിൽ എടുത്ത് പഠിപ്പിക്കാം എനിക്ക് മാസങ്ങളോളം വേണ്ടിവരും. ആകയാൽ ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കാഴ്ചപ്പാടിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തിരുവചന സത്യങ്ങളെ. പാസ്റ്റർ മാറിപ്പോയേക്കാം, പക്ഷെ വചനം മാറിപ്പോകത്തില്ല. ആകാശം മാറിപ്പോയേക്കാം, വചനം മാറിപ്പോകത്തില്ല. മത്തായി 24:36 ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനത്തിൽ നിന്ന് വള്ളിപുള്ളി നീങ്ങത്തില്ല. ഒരു ചോദ്യം നീ ചോദിക്കും, പാസ്റ്റേ ഞാൻ എന്ത് ചെയ്യണം? സ്നേഹിത, നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ യേശുവേ ഞാനൊരു പാപിയാ, എന്റെ പാപത്തെ ക്ഷമിച്ചുകൊണ്ട് എന്നെ അങ്ങയുടെ പുത്രനായി സ്വീകരിക്കണം. അങ്ങ് സാക്ഷാൽ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഹൃദയത്തിൽ എന്റെ കർത്താവും ദൈവവുമായി നീ കടന്നു വരണമെന്ന് ക്ഷണിച്ചാൽ യേശു നിന്റെ ജീവിതത്തിൽ കടന്നു വരും. തുടർന്ന് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നിത്യമായ ഭവനത്തിന്റെ അവകാശിയായി തീരുവാൻ എന്റെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സർവ്വജനപതികളോടും ജാതി മത വർണ്ണവർഗ വ്യത്യാസമല്ലേ, സഭാ സംഘടന വ്യത്യാസമല്ലേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ആത്മീക ആചാര്യന്മാരെ, പ്രിയ ആത്മീക ശ്രേഷ്ഠന്മാരെ, പ്രിയ അച്ഛന്മാരെ, പാസ്റ്റർമാരെ, പ്രിയ ദൈവമക്കളെ, ദൈവത്തെ അറിയാത്ത പ്രിയപ്പെട്ടവരെ, നിരീശ്വരവാദികളെ, യുക്തിവാദികളെ, നിങ്ങളെല്ലാവരെയും ഞാൻ എന്റെ സഹോദരന്മാരായി തന്നെ കാണും. നിങ്ങളുടെ അഹമഴിഞ്ഞ ഭാഷയിൽ എന്റെ ഹൃദയവേദനയോടുകൂടി ഞാൻ പറയുന്നു, ഞാൻ 20 വർഷങ്ങൾ കൊണ്ടുള്ള എന്റെ അന്വേഷണമാണ് ഈ സത്യത്തെ കണ്ടെത്തിയിരിക്കുന്നു. ആ സത്യത്തെ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയാണ്. മനസ്സോടുകൂടി കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവും ദൈവവുമായി സ്വീകരിച്ച് അനന്തതയിലെ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ ക്രിസ്തുവിൽ ഞാൻ നിങ്ങളുടെ ആലോചന പറയുന്നു. യേശുവിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, യേശുവൻ ഞാൻ പുനരുത്ഥാനവും ജീവൻ, യേശുവിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവൻ ജീവനുള്ളവനാകും, പുനരുത്ഥാനത്തിന് അവൻ യോഗ്യനാകും, നിത്യതയുടെ അവകാശിയാകും. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷിപ്പാൻ കഴിയുന്ന പെട്ടകം. എല്ലാ മതങ്ങളും എല്ലാ ഭേദങ്ങളും വെളിപ്പെടുത്തുന്ന ലോകോദ്ധാരകൻ യേശു. ആ യേശു ക്രിസ്തുവിൽ കൂടെ ഈ നിത്യഭവനത്തിൽ ചെന്നെത്താം. അതിന് നിങ്ങൾ ഒരുങ്ങുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിന് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.